أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. البقرة 67 ആയത്താണ്. വൈദ്കാല മൂസാ നബി പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഈ കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു, ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു യഅ്മുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തദ്ബഹു നിങ്ങൾ അറുക്കാൻ, ബക്കറത്തൻ ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹ് കൽപ്പിക്കുന്നു. അപ്പോൾ കാലു അവർ ചോദിച്ചു അത് അത്തഖ്ദുന ഹുസുവാ, താങ്കൾ ഞങ്ങളെ പരിഹാസ്യ വസ്തുവാക്കുകയാണോ? അപ്പോൾ മൂസാ നബി പറഞ്ഞു, കാല അഊദു ബില്ലാ, അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അൻ അകൂന മിനൽ ജാഹിലീന, ഞാൻ വിഡ്ഢികളിൽപ്പെട്ടവനായിത്തീരുന്നതിനെക്കുറിച്ച് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചരിത്രം ഒരുപാട് വലുതാണ്. നമുക്ക് ജലാലയിൽ എന്താ പറഞ്ഞു നോക്കാം. വാദ്ക്കുർ കണ്ട അങ്ങ് ഓർക്കുക, ഇത് കാല മൂസാലി ഖൗമി, മൂസാ നബി ജനതയോട് പറഞ്ഞ സന്ദർഭം. ഏത് സ്ഥിതിയിൽ വഖദ് ഖുത്തില ലഹും ഖത്തീലുൻ ലാ യുദ്റാ ഖാത്തിലുഹു, കണ്ട അവർക്ക് കൊല്ലപ്പെട്ടു, ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അത് കൊന്നത് ആരാണെന്ന് അറിയണില്ല, ആ സ്ഥിതിയിലാണ്. വസാലുഹു, മൂസാ നബിയോട് അവർ ചോദിച്ചു, യദ്ഉ അല്ലാഹ, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. എന്തിനാ? യുബയ്യിനഹു ലഹും, അവർക്ക് വേണ്ടി ആ കൊലയാളിയെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫതആഹു, അപ്പോൾ മൂസാ നബി ദുആ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയണം, ഇന്നല്ലാഹ യഅ്മുറുക്കും, നിങ്ങളോട് അള്ളാഹ് കൽപ്പിക്കുന്നുണ്ട്, അൻ തദ്ബഹു ബഖറ, നിങ്ങളൊരു പശുവിനെ അറുക്കാൻ. അപ്പോൾ അവർ അവർ ചോദിച്ചു, അതത്തഖ്ദുന ഹുസുവ, അങ്ങ് ഞങ്ങളെ പരിഹാസ്യരാക്കുകയാണോ? പരിഹാസ്യ വസ്തുവാക്കുകയാണോ, അല്ലെങ്കിൽ പരിഹാസ്യരാക്കുകയാണോ? ഐ മഹ്സൂ അംബിന, ഞങ്ങളെ കൊണ്ട് പരിഹസിക്കപ്പെട്ടവരാക്കുകയാണോ? ഹൈസ് തുജീബന, നീ ഞങ്ങൾക്ക് ഉത്തരം തന്ന സമയത്ത് ബിമിസ്ലി ഹാദാരിക, ഇതുപോലത്തത് കൊണ്ട്. കൊലയാളിയെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ പശുവിനെ അറുക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നീ പരിഹസിക്കുകയാണ്. അപ്പോൾ മൂസാ നബി പറഞ്ഞു, അഊദു, ഞാൻ കാവൽ ചോദിക്കുന്നു, അംതനിഉ ബില്ലാഹി, അള്ളാഹുവിനോട് ഞാൻ വിലങ്ങുന്നു, അൻ അക്കൂന, ഞാൻ ആകല് മിനൽ ജാഹിലീന, മുസ്തഹ്സിഈന, പരിഹസിക്കുന്നവരിൽപ്പെട്ടവനാകാൻ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നൊക്കെയാണ് ഇനി ഇബ്നു കസീർ വിശദമായിട്ട് ഒരുപാട് പല രൂപത്തിൽ പറയുന്നുണ്ട്. അതായത് ബനൂ ഇസ്രായേൽ ഒരാൾ കൊല്ലപ്പെടുകയും കൊന്നത് ശരിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രനാണ് കൊന്നത്. കൊല്ലാൻ കാരണം ആ സഹോദരപുത്രൻ അവൻ പണമില്ലാത്ത ദരിദ്രനാണ്. എന്താണ്, പിതാവിൻ്റെ സഹോദരനാണെങ്കിൽ വളരെ പണക്കാരനാണ്, മക്കളില്ല എന്ന്, അങ്ങനെ വേറെ റിപ്പോർട്ട്, മക്കളില്ല. അപ്പോൾ ഇയാളാണെങ്കിൽ മരിക്കണമില്ല. അപ്പോൾ എന്തേ, സമ്പത്ത് കിട്ടാൻ വേണ്ടി കൊന്നു, എന്നിട്ട് വഴിയിൽ കൊണ്ടുപോയിട്ടു. ഇതല്ല, മകളുണ്ടായിരുന്നു, മകളെ വിവാഹം കഴിക്കാനായിരുന്നു എന്ന് പല റിപ്പോർട്ട്, പല വിഭാഗമാണ്. അത് ഇസ്രായേലിയാത്തുകളാണ്. കാരണം മുൻകഴിഞ്ഞ വേദക്കാരുടെ ചരിത്രങ്ങളിൽ നിന്നാണ് റിപ്പോർട്ട്. അപ്പോൾ അത് അവസാനം ഇബ്നു കസീർ പറയുന്നത്, നമ്മളോട് യോജിച്ച കാര്യങ്ങൾ നമുക്കതിന് സ്വീകരിക്കാം, അല്ലേ? ഇസ്രായേലിയാത്തുകളാണ്. യഖൂലു തആല, അല്ലാഹ് പറയണം, വദ്കുറൂ യാ ബനി ഇസ്രായേൽ, ഓ ബനു ഇസ്രായേലരെ നിങ്ങൾ ഓർക്കുക, നിഅമതി അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ചെയ്ത അനുഗ്രഹത്തെ. ഏത് വിഷയത്തിൽ? ഫീ ഖർഖിൽ ആദത്തിലക്കും ഫീ ഷൈനിൽ ബഖറ, പശുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ആദത്തിനെ ഞാൻ പൊളിച്ചു. ആദത്തെന്ന് വെച്ചാൽ എന്താ? സാധാരണ കാര്യങ്ങൾക്കെതിരായിട്ട് ചെയ്യാം, അല്ലേ? അതാണ് പറഞ്ഞത്. പതിവിന് വിപരീതമായി പ്രവർത്തിക്കുന്ന വിഷയത്തിൽ
അതുപോലെ തന്നെ ബയാനിൽ ഖാത്തിലി മൻഹുവ, കൊന്നവൻ ആരാണെന്ന് വ്യക്തമാക്കുന്നതിലും ബിസബബിഹ, ആ പശുവിൻ്റെ കാരണം കൊണ്ട്, പശു കാരണമായിട്ട് കൊന്നതാരാണെന്ന് വ്യക്തമാക്കി തന്നു. അതുപോലെ തന്നെ വഹിയായിൽ അല്ലാഹിൽ മഖ്തൂൽ, അള്ളാഹു കൊല്ലപ്പെട്ട ആളെ ജീവിപ്പിച്ചു. വനസ്സിഹി, അയാൾ വ്യക്തമാക്കി അലാമൻ ഖത്തലഹു മിൻഹും, അവരിൽ നിന്ന് കൊന്നത് ആരാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള പതിവിന് വിപരീതമായി നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞു. ഇവിടെ മസലത്തുൽ ഇബിലി തുന്ന, ഇനി വേറൊരു വിഷയം പറയണ്ട. ഇബിലിൻ്റെ മസല തുൻഹറു എന്നാണ്. ഇബിലിനെ നമ്മൾ അറുക്കാൻ വെച്ചാൽ തുൻഹറു എന്നാ പറയാറ്. തുൻഹറു എന്നാണ് എന്ത് ചെയ്യുക, ഇബിലിൻ്റെ വിഷയത്തിൽ തുൻഹറു എന്ന് പറയും. അതായത് കുത്തി എന്താണ് അറുക്കുക, അതായത് നെഞ്ചിൻ്റെ താഴ്ഭാഗത്ത് കുത്തി അറുക്കുകയാണ് ചെയ്യുക. തുതുബഹു എന്ന്, തുൻഹറു എന്നും. വൽ ഗനമി തുതുബഹു എന്നാണ്. ആടിനൊക്കെ ആണെങ്കിൽ തുതുബഹു എന്നാണ് ആടിനെ അറുക്കുമ്പോൾ പറയാം. കഴുത്തറുക്കുക എന്ന് പറയാം. വഖ്തലഫു ബിൽ ബഖറത്തി, അപ്പോൾ പശുവിലെങ്ങനെ ചെയ്യേണ്ടത്? ഫഖീല തുതുബഹു എന്ന് പറയപ്പെട്ടു, ഫഖീല തുൻഹറു എന്ന് പറയപ്പെട്ടു. വദബുഹു ഔല ലിനസ്സിൽ ഖുർആനി, ദബ്ഹാണ് ഏറ്റവും ബന്ധപ്പെട്ടത്. കാരണം ലിനസ്സിൽ ഖുർആനി, ഖുർആൻ്റെ നസ്സിനോട് ഏറ്റവും ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ വലിയ ഖുർവി മൻഹരിഹ മിൻ മദ്ബഹിഹ, പശുവിൻ്റെ മൻഹറാണ് മദ്ഹബിനേക്കാൾ അടുത്തത്. അതിൻ്റെ മൻഹറാണ് മദ്ഹബിനേക്കാൾ അടുത്തത് എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഇനി ഖാല ഇബ്നുൽ മുൻദിർ പറഞ്ഞു, വല അലമു ഖിലാഫൻ സഹിഹൻ ബൈനമായി തുൻഹറു ഔ നെഹ്രിമായി ദുബഹു, ഞാൻ അറിഞ്ഞിട്ടില്ല ഒരു സഹിഹായ ഒരു എതിരഭിപ്രായം ബൈനമായി യുൻഹറുവിൻ്റെ ഇടയിലും ഔ നെഹ്രിമായി ദുബഹു, അറുക്കപ്പെടുന്ന ഒന്നിൻ്റെ നെഹ്റിൻ്റെയും ഇടയിൽ. വൈറാന്ന മാലിക്, എന്തല്ലാതെ മാലിക് ഇമാമ് കരിഹ താലിക്ക, അദ്ദേഹം അതിനെ വെറുത്തിട്ടുണ്ട് എന്ന്. അപ്പം നെഹ്റും ദബുഹും തമ്മിൽ വ്യത്യാസമൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിലും മാലിക് ഇമാം അതിനെ വെറുത്തു. വഖദ് യുക്റഉൽ ഇൻസാനു, ചിലപ്പോൾ എന്ത് ചെയ്യും, അതായത് ഞാൻ അറിഞ്ഞിട്ടില്ല ബൈനമായി യുൻഹാറു, അറുക്കപ്പെടുന്ന ഒന്നിൻ്റെ ഇടയിലും ഔ നെഹ്രിമായി ദുബഹു, ദബ് ചെയ്യപ്പെടുന്ന ഒന്നിൻ്റെ നെഹ്റിൻ്റെ ഇടയിലും വ്യത്യാസത്തെ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ മാലിക് ഇമാം അതിനെ വെറുത്തു. വഖദ് യുക്റഹുൽ ഇൻസാൻ, ചിലപ്പോൾ യക്റഹുൽ ഇൻസാനു മാലാ യുഹരിമു, ചിലപ്പോൾ ഹറാമില്ലാത്ത കാര്യവും ചിലപ്പോൾ മനുഷ്യന്മാർ വെറുക്കാറുണ്ടല്ലോ. ഹറാമില്ലാത്ത കാര്യങ്ങളും ചിലപ്പോൾ ചില ആൾക്കാർക്ക് വെറുപ്പായിരിക്കും. ഖാല അബൂ അബ്ദുള്ള എന്നവർ പറഞ്ഞു, അഅലമു, ഞാൻ അറിയുന്നു, അന്ന നുസുല ഖിസ്സത്തിൽ ബഖറത്തി അലാ മൂസ, ഖിസ്സ ബഖറയുടെ ചരിത്രം ഇറങ്ങിയത് മൂസാ നബിയുടെ മേലാണ്. ഫി അംരിൽ ഖത്തീലി, കൊലയാളിയുടെ കാര്യത്തിൽ. എപ്പോഴാണ്? ഖബല നുസൂലിൽ ഖസാമത്ത് ഫി തൗറാത്ത്, തൗറാത്തിൽ ഖസാമത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്ത് ഈ മൂസാ നബിയുടെ മേൽ ബഖറയുടെ ചരിത്രം അവതരിച്ചത് എന്ന്. ഖസാമത്ത് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അത് സത്യം ചെയ്യൽ നിയമമുണ്ട്, അതിറങ്ങുന്നതിന് മുമ്പാണ് ഈ ചരിത്രം ഇറങ്ങിയത് എന്ന്. മറ്റേതവിടെ ഫിക്കുമായി ബന്ധപ്പെട്ടത്, അവിടെ വേറെ നമ്മൾ നോക്കണത് നെഹ്റും ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഇനി ബസ്തുൽ ഖിസാമിന് നമ്മൾ ചരിത്രം വിശദീകരിക്കേണ്ട, അത് വലിയൊരു ചരിത്രമാണ്, ഒരുപാടുണ്ട്. കമാ ഖാല ഇബ്നു അബി ഹാത്തിം പറഞ്ഞതുപോലെ, ഹദസന അൽ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു സബ്ബാഹ് ഹദസന യസീദ് ഇബ്നു ഹാറൂൻ അൻബാന ഹിഷാം ഇബ്നു ഹസ്സൻ അൻ മുഹമ്മദ് ഇബ്നു സീരീൻ അൻ ഉബൈദത്ത് സൽമാനി ഖാല കാന റജുലൻ മിൻ ബനി ഇസ്രായീല, ബനി ഇസ്രായേൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അഖീമൻ, അദ്ദേഹം എന്തായിരുന്നു? അഖീമായിരുന്നു, മക്കളില്ലാത്ത മനുഷ്യനായിരുന്നു. അതായത് ലാ യൂലദു ലഹു, മക്കളില്ലായിരുന്നു. വക്കാന ലഹു മാലുൻ കസീർ, അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. വക്കാന ഇബ്നു അഖീഹി വാരിസു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയുമായിരുന്നു.
അപ്പോൾ ഫഖത്തലഹു, അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ആ സഹോദരൻ്റെ മകൻ അദ്ദേഹത്തെ കൊന്ന്. സുമ്മഹത്തമലഹു ലൈലൻ, അണ്ട് രാത്രി അദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോയി. അണ്ട് ഇപ്പോൾ വളവു അല ബാബി റജുലി മിൻഹും, അവരിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരാളുടെ വാതിലിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. സുമ അസ്ബഹ യദ്ദായി, പിന്നെ അയാൾ പ്രഭാതത്തിൽ വന്നിട്ട് വാദിച്ചു അവരുടെ മേൽ. ഹത്താ തസല്ലഹു, അങ്ങനെ അവരെന്ത് ചെയ്തു, യുദ്ധം ചെയ്യാൻ വരെ അടുത്തു. യുദ്ധം ചെയ്യാൻ വരെ അടുത്തു എന്ന് പറഞ്ഞു. ആയുധം എടുത്തു, ആയുധം എടുത്തു. വറക്കിബ ബാലുഹുമില ബാലിൻ, ചിലരിലേക്ക് എന്ത് ചെയ്തു, ചിലരിലേക്ക് പോരാടാൻ പുറപ്പെട്ടു എന്നാ. ഫഖാല ദുർറഇ മിൻഹും വന്നുഹ, ഫഖാല ദുർറഇ മിൻഹും വന്നുഹ, അപ്പോൾ അവരിൽപ്പെട്ട വിവേകമുള്ളവരും ബുദ്ധിമാന്മാരും പറഞ്ഞു. എന്താ പറഞ്ഞത്, അലാമയക്കുത്തിൽ ബാലുക്കും ബാല, എന്തിനാണ് നിങ്ങൾ ചിലരോട് യുദ്ധം ചെയ്യുന്നത്. വഹാദാ റസൂലുള്ളാഹി ഫീക്കും, ഈ റസൂൽ നിങ്ങളിലില്ലേ എന്ന് പറഞ്ഞു. അണ്ട് പാത്തവ് മൂസാ നബിയുടെ അടുത്ത് ചെന്നു അലൈഹിസ്സലാം. ഫദക്കറു ദാലിക ലഹു, മൂസാ നബിയോട് കാര്യം പറഞ്ഞു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറയണം, ഇന്നല്ലാഹ യഅമുറുക്കും അൻ തദ്ബഹു ബഖറ. കണ്ട, അപ്പോഴാണ് ആയത്ത്, നിങ്ങളോട് അള്ളാഹ് കൽപ്പിക്കുന്ന ഒരു പശുവിനെ അറുക്കാൻ. അപ്പോൾ അവർ ചോദിക്കണം, കാലു ഈ വിഷയം വന്നപ്പോൾ പശുവിനെ അറുക്കാനല്ലേ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അത്തഖുദിന ഹുസുവ, അങ്ങ് ഞങ്ങളെ പരിഹസിക്കണോ. അപ്പോൾ മൂസാ നബി പറഞ്ഞു, കാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ പരിഹസിക്കുന്നവരിൽപ്പെട്ടവനാകൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. കാല പലവലം യഅ്തരിലുൽ ബഖറ ല അജദത്ത് അൻഹും അദ്നാ ബഖറ. അദ്ദേഹം പറയണട്ടാ, അവർ ഈത്തിറാളായിരുന്നില്ലെങ്കിൽ, അതായത് എതിർപ്പ് ഉന്നയിച്ചിരുന്നില്ലെങ്കിൽ, ഇനി വേറെ വിഷയം പറയണം. അൽ ബക്കറ, പശുവിൻ്റെ കാര്യത്തിൽ അവർ എതിരഭിപ്രായങ്ങൾ അങ്ങോട്ട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ലാജസത്ത് അൻഹും അദ്നാ ബക്കർ, ഏതെങ്കിലും ഒരു പശു മതിയാകും, സാധാരണ ഏതെങ്കിലും പശു മതിയാകുമായിരുന്നു. പക്ഷെ വലാക്കിന്നഹും ശദ്ദദൂന, അവർ ശുദ്ധിതലോ അലേഹി, അവരെന്ത് ചെയ്തു, തഷ്ദീദാക്കി, അതായത് അവർ കർശനമാക്കി. അപ്പോൾ അവർ ബുദ്ധിമുട്ടുണ്ടാക്കി ചോദിച്ചു. അപ്പോൾ ശുദ്ധിതാലേ, അപ്പോൾ അവരുടെ മേൽ ബുദ്ധിമുട്ടാക്കപ്പെട്ടു. അത് ഏതെങ്കിലും ഒരു പശുവിനെ അറുക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ അവർ പിന്നെ ചോദിച്ചു, അതിൻ്റെ നിറം എന്താ, അത് ഏത് വിഭാഗം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർക്കെന്തായി, നിയമം കർശനമായി. അങ്ങനെ ഹത്തന്തഹു, അവരെന്ത് ചെയ്തു, ചെന്ന് ചേർന്നു ഇലൽ ബക്കറത്തിലെത്തി, ഒരു പശുവിലേക്ക്. ഉമിറൂബി ദബീഹ, അതിനറക്കൽ കൊണ്ട് കൽപ്പിക്കപ്പെട്ട ഒരു പശുവിലേക്ക് അവരെന്ത് ചെയ്തു, അവർ ചെന്നെത്തി. ഫവജദൂഹ ഇന്ദ റജുൽ, അവരതിനെ എത്തിച്ചത് ഇന്ദ റജുലിൻ, ഒരു മനുഷ്യൻ്റെ അടുത്ത്, ഒരാളുടെ അടുത്ത് എത്തിച്ചത്. ലൈസലഹു ബക്കറത്തൻ വൈറുഹ, അയാൾക്ക് മറ്റൊരു പശുവില്ല, ആകെ ഒരു പശുവുള്ളൂ. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അയാൾ പറഞ്ഞു, വല്ലാഹി ലാ അൻഖുസു മിൻ ജിൽദിഹ എന്നിട്ട് ദഹബൻ, ഇതിൻ്റെ തൊലി നിറയെ സ്വർണം തന്നാലല്ലാതെ ഞാൻ അതിനെ തരൂല. ലാ അൻഖുസു മിൻ, ഞാൻ ചുരുക്കൂലാന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലേ കുറച്ച് നൽകുകയില്ല. അപ്പോൾ അതിൻ്റെ തൊലി നിറയെ സ്വർണം വേണമെന്നാണ്. ഫഖാല, ഫഅഖദൂഹ, അപ്പോൾ അവർ അതിനെ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി. ബിമിൽഇ ജിൽദിഹാ ദഹബൻ, അതിൻ്റെ തൊലി നിറയെ സ്വർണം കൊടുത്തിട്ട് വാങ്ങി. ഫദബഹു, അങ്ങനെ അതിനെ അറുത്തു. അണ്ട് വളറബൂഹു ബിവാലിയ, അതിൻ്റെ അറുത്ത ചില കഷ്ണം കൊണ്ടിട്ട് അവരെന്ത് ചെയ്തു, ആ മരിച്ച മനുഷ്യനെ അടിച്ചു. ഫഖാം, അപ്പോൾ അയാൾ എണീറ്റ് നിന്നു. ഫഖാലൂ, അണ്ട് അവർ ചോദിച്ചു അയാളോട്, മൻ ഖതലക, നിന്നെ ആരാണ് കൊന്നതെന്ന്. ഫഖാല, അയാൾ പറഞ്ഞു, ഹാദാ എന്ന് പറഞ്ഞു, ഇവനാണ്. ലിബ്നി അഖീഹി, അദ്ദേഹത്തിൻ്റെ സഹോദര മകനെ തന്നെ ചൂണ്ടിക്കാണിച്ച്. സുമമാല മയ്യിത്തൻ, പിന്നെ അദ്ദേഹം മരിച്ചു വീണു. ഫലം യൂത്ത മിമാലി ഷൈആ, അയാൾക്ക് അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് ഒന്നും നൽകിയില്ല. ഫലം യുവരിസ് ഖാത്തിലൻ ബാദു, അതിനുശേഷം ഒരു കൊലയാളിയും അനന്തരം എടുക്കപ്പെടുകയില്ല. അപ്പോൾ കൊലയാളിക്ക് അനന്തരം കിട്ടൂല. അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രം പറഞ്ഞല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞെന്താ, ഇങ്ങനെയാണ് ഒരു ചരിത്രം പറഞ്ഞ്. വേറെ പല രൂപത്തിൽ വരുന്നുണ്ട് ഈ ചരിത്രം വായിച്ചു വരുമ്പോൾ. റവാഹു ഇബ്നു ജരീർ മിൻ ഹദീസ് അയ്യൂബ്, ഇതിനെ റിവായത്ത് ചെയ്തിട്ടുണ്ട് ഇബ്നു ജരീർ. അൽ മുഹമ്മദ് ബിൻ സീരീനെ തൊട്ട് അന്ന ഉബൈദില്ല ബിൻ അഹ്ബി മിൻ ദാലിം ബിൻ അഹ്ബി മിൻ ദാലിം, ഇതിൽപ്പെട്ട ഇതുപോലത്തെ കൊണ്ടിട്ട്. അല്ലാഹു അലം, അള്ളാഹുവിനെ ഏറ്റവും അറിയുന്നു. ഇനി
റവാഹു അബ്ദുല്ലാഹിബിൻ ഹുമൈദ് ഈ റിവായത്ത് ചെയ്ത് ഈ തഫ്സീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അംബാന യസീദ് ബിൻ ഹാറൂൻ എന്ന് പറഞ്ഞിട്ടാണ്. റവാഹു ആദമുബിൻ അബി ഇയാസ് ബി തഫ്സീറിൽ എന്ത് ചെയ്തു, ആദമുബിൻ ഇയാസ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും ഇതിനെ റിവായത്ത് ചെയ്ത്. അതാൻ അബി ജാഫറിനെ തൊട്ട് ഹുർ റാസിയാണ് അൻ ഹിഷാം ബിൻ ഹസ്സാൻ നബി വക്കാൽ ആദമുബിൻ അബി ഇയാസ് പറയണ്ട ഫി തഫ്സീൽ പറഞ്ഞു അംബാന അബു ജാഫർ റാസി എന്ന് പറഞ്ഞു അൻ റബീൻ അൻ അബിൽ ആലിയ ഫി ഖൗലില്ലാഹി തആല എന്ന് പറഞ്ഞ അദ്ദേഹം അള്ളാഹിൻ്റെ കൗലിൽ അബുൽ ആലിയെ തൊട്ട് എന്താണ് ഇന്നല്ലാഹ യഅ്മുറുകും തദ്ബഹു ബഖറ, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന് അള്ളാഹിൻ്റെ കൗലിൽ പറഞ്ഞെന്താ. കാല അദ്ദേഹം പറയാണ് കാൻ റജുലുൻ മിൻ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വക്കാന ഖനിയൻ, അദ്ദേഹം സമ്പന്നനായിരുന്നു. വലം യക്കുൻ ലഹു വലദ്, അദ്ദേഹത്തിന് സമ്പത്തിൽ അദ്ദേഹത്തിന് മക്കളില്ല. വക്കാൻ ലഹു ഖരീബൻ, അദ്ദേഹത്തിന് ഒരു ബന്ധു ഉണ്ടായിരുന്നു. വക്കാന വാരിസഹു, അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശി ആ ബന്ധുവായിരുന്നു. ഫഖതലഹു ലിയരിസഹു, അപ്പോൾ അദ്ദേഹം ആ അനന്തരാവകാശിയായ ബന്ധു അദ്ദേഹത്തെ അനന്തരമെടുക്കാൻ വേണ്ടി കൊന്നുകളഞ്ഞു. സുമ അൽഖാവല മജ്മായി ത്വരീക്ക്, പിന്നെ അദ്ദേഹത്തെ കൊണ്ടുപോയി അവനെന്ത് ചെയ്തു വഴിത്തിരിവിൽ, അതായത് വഴികൾ സംഗമിക്കുന്നിടത്ത് കൊണ്ടുപോയി ഇട്ടു. വാത്ത മൂസാണ്ട് മൂസാ നബിയുടെ അടുത്ത് ചെന്നിട്ട് ഫഖാലഹു, അവൻ മൂസാ നബിയോട് പറഞ്ഞു ഇന്ന കരീബി, എൻ്റെ കുടുംബക്കാരൻ കുത്തിലെ കൊല്ലപ്പെട്ടു, എൻ്റെ ബന്ധു കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നീ ഇലാംറിൻ അലീം, ഞാൻ വലിയ വിഷയത്തിലാണ്, ഞാൻ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞു. വൈന്നീ ലാജിദു അഹദൻ യുബയ്യിനുലി മൻ ഖത്തലഹു വൈറക്കായ നബിയല്ലാ, അങ്ങയല്ലാതെ അദ്ദേഹത്തെ കൊന്നതാരാണെന്ന് വ്യക്തമാക്കി തരുന്ന വിശദീകരിച്ചിരുന്ന ഒരാളെ ഞാൻ എത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവകാല, അപ്പോൾ റാവി പറയുന്നു ഫനാദ മൂസ, അപ്പോൾ മൂസാ നബി വിളിച്ചു ഫിന്നാസ്, ജനങ്ങളിൽ വിളിച്ചു പറഞ്ഞു. ഫക്കാലാണ്ട് അദ്ദേഹം പറഞ്ഞു അൻഷുദുല്ലാഹ മൻകാന ഇൻദഹു മിൻഹാദാ ഇൽമുൻ ഇല്ലാ ബയ്യനഹു ലനാ, അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിനോട് എന്താണ് ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത് മൻകാന ഇൻദഹു, വല്ലവൻ്റെ അടുക്കലുണ്ടെങ്കിൽ മിൻ ഹാദാ, ഇതിൽ നിന്ന് ഇൽമുൻ അറിവുണ്ടെങ്കിൽ ഇല്ലാ ബയ്യനഹു ലഹന, അവൻ അതിനെ നമുക്ക് വ്യക്തമാക്കി തരണമെന്ന് പറഞ്ഞു. കാല റായി പറയും ഫലം യക്കുൻ ഇൻദഹും ഇൽമുൻ, അപ്പോൾ അവരുടെ അടുത്തൊരു അറിവുമില്ല ഇതിനെപ്പറ്റി ആരെ കൊന്നേന്ന്. അപ്പോൾ ഫാഖബൽ ഖായിലു അലാ മൂസ അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മേൽ അക്ബൽ ഖാത്തിലു, ആ കൊന്ന ആളുണ്ടല്ലോ ആ ബന്ധു, അയാൾ മൂസാ നബിയുടെ അടുത്ത് മുന്നിട്ട് ഫഖാലിനെ കൊണ്ട് മൂസാ നബിയോട് ചോദിക്കുകയാണ് അന്ത നബിയുള്ള, അങ്ങ് അള്ളാഹിൻ്റെ നബിയല്ലേ, അതുകൊണ്ട് ഫസല്ലന റബ്ബക്ക, അങ്ങനെ റബ്ബിനോട് ചോദിക്കണം യുബയ്യിനലന, ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ. അപ്പോൾ ഫസാല റബ്ബഹു, അപ്പോൾ മൂസാ നബി റബ്ബിനോട് ചോദിച്ചു. ഫൗഹല്ലാഹു ഇലൈഹി, മൂസാ നബിയിലേക്ക് അള്ളാഹു അറിയിച്ചതാണ് ഇന്നല്ലാഹു യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് ഒരു പശുവിനെ അറുക്കാനാണെന്ന്. ഫാജിബു, അപ്പോൾ അത്ഭുതപ്പെട്ടു മിൻ ദാലിക, ഇതിൻ്റെ കാരണം അത്ഭുതപ്പെട്ടു, ഈ പറഞ്ഞ കാര്യം പശുവിനെ അറുക്കാൻ പറഞ്ഞത് അവർക്ക് അത്ഭുതമായി. ഫഖാല, അവർ ചോദിക്കണം അപ്പോൾ അതത്തഖദുന ഹുസുവ, നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഖാല, മൂസാ നബി പറഞ്ഞു അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ വിവരമില്ലാത്തവനാകൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഖാല, അവർ പറഞ്ഞു ഉദൂലന, അതുകൊണ്ട് പിന്നെ ഇനി അടുത്ത ആയത്തിലുള്ളേക്കാണ് ഉദൂലന, നീ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിന്റെ റബ്ബിനോട് ചോദിക്കുക. യുവയ്യില്ലന, ആ റബ്ബ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ. മാഹി, അതെന്താണെന്ന്, അത് എന്തു തരം പശുവാണെന്ന്. കാല, അപ്പം മൂസാ നബി പറഞ്ഞു ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തുൻ ലാ ഫാരിദുൻ, അതൊരു പശുവാണ്, ഫാരിദല്ലാത്ത പശു. ഫാരിദിൻ്റെ അർത്ഥം എന്താ, വളരെ പ്രായം ചെന്നതല്ല, അതായത് കിഴവിയല്ല. ഇനി ലാ ഹരിമത്തുൻ, അത് കിഴവിയല്ലാത്ത പ്രായം ചെന്ന പശുവല്ല. അതുപോലെ തന്നെ വലാ ബിക്റുൻ, ഇനി വലാ സഗീറത്തുൻ, അത് ചെറുതുമല്ല, പ്രായം കുറഞ്ഞതുമല്ലാന്ന്. അവാനം ബൈന ദാലിക, ഈ നിസ്ഫം ബൈനൽ ബിക്രത്തി വൽ ഹറമത്തി, രണ്ടിൻ്റെ ഇടയിൽ മധ്യമാണ്, ചെറുപ്പത്തിൻ്റെയും പ്രായത്തിൻ്റെയും ഇടയിൽ മധ്യമായത്, അതാ പറഞ്ഞ ഇടത്തരം പശുവാണ്, അതിൻ്റെ ഇടയിൽ ഇടത്തരമായ പശുവാണ്. അതായത് നിസ്ഫോൻ ബൈനൽ ബിക്രി വൽ ഹരിമത്തിന്ന്. കാലൂർ പറഞ്ഞു ഉദൂലനാർ, അപ്പോൾ ഇവിടെ കിട്ടിയല്ല എന്ത് തരം പശുവാന്ന് ചോദിച്ചപ്പോൾ പ്രായമാണ് മനസ്സിലായി. ഇനി കാലൂർ ചോദിക്കണം ഉദൂലനാർ റബ്ബക്ക യുബയ്യില്ലന മാ ലൗനു, അതിൻ്റെ നിറം എന്താണെന്ന് വ്യക്തമാക്കാൻ റബ്ബിനോട് ദുആ ചെയ്യാം. താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക അതിൻ്റെ നിറം എന്തായിരിക്കണമെന്ന്, അപ്പോൾ അവൻ ഞങ്ങൾക്ക് വിവരിച്ചു തരട്ടെ എന്ന്. അപ്പോൾ
ആ കാല മൂസാ നബി പറഞ്ഞു ഇന്നഹു യഖൂലു അള്ള പറയാണ് ഇന്നഹ ബക്കറത്തുൻ സഫ്റാഉ അത് മഞ്ഞ നിറത്തിലുള്ള പശുവാണ്. സഫ്രാ എന്നാണ് പറഞ്ഞത് ഇന്നഹു ബക്കറത്തുൻ സഫ്രാവിൻ്റെ അർത്ഥം എന്താ? മഞ്ഞ നിറമുള്ളത്. ഫാക്കിൻ ലൗന് അതിൻ്റെ നിറം എന്താണ്? ശുദ്ധമാണ്. അതായത് ഈ സ്വാഫിൻ ലൗന് നിറം ശുദ്ധമായ നിറമാണ്. തസറുൻ നാദിരീന അത് തോജിബുൻ നാദിരീന നോക്കുന്നവരത് അത്ഭുതപ്പെടുത്തും. അപ്പം നിറവും പറഞ്ഞു കൊടുത്തിട്ടാ. ഇനി കാലോർ ചോദിക്കാണ് ഉദൂലനാ റബ്ബക യുബയ്യിലനാ മാഹിയ അങ്ങ് റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരട്ടെ മാഹിയത് എന്താണെന്ന്, ഏതുതരം പശുവായിരിക്കണമെന്ന് വിശദീകരിച്ചട്ടെ. ഇവിടെ മാഹിയത് എന്താണെന്ന് വിശദീകരിച്ച് തരട്ടെ. അത് വേറെ ചോദിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു ഇന്നൽ ബക്കറ കാരണം എന്താ? പശുക്കൾ ഞങ്ങളുടെ മേൽ തിരിച്ചറിയാതെയാവുന്നു. തശാബ അലൈന ഞങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാതായിരിക്കുന്നു. അതുകൊണ്ട് ഏത് പശുവാണെന്ന്. അപ്പോൾ കാല ഇന്നൽ അപ്പോൾ ഇന്ന ഇൻഷാ അല്ലാഹു മുഹ്തദൂൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ എന്താണ്? നേർമാർഗം പ്രാപിക്കുന്നവരാകും. ഞങ്ങൾക്ക് അതിനെ ലഭിക്കുമെന്ന നിലക്ക്. കാലബ് മൂസാ നബി പറയും ഇന്നഹു യഖൂലു ഇന്നഹ ബഖറത്തുൻ ലാ ദലൂലുൻ അതൊരു പശുവാണ്, ദലൂലല്ലാത്ത പശു. ലം യുദല്ലിൽ ഹൽ അമലൂന്ന് അതിനെ ജോലി അതിനെ എന്താക്കിയിട്ടില്ല, പ്രയാസപ്പെടുത്തിയിട്ടില്ല. ഏത് പശുവാണ്? ലാ ദലൂ വെച്ച് അതിനെക്കൊണ്ട് ജോലിക്ക് ഉപയോഗിക്കപ്പെടാത്തതാണ്. തുസീറുൽ അർള അത് ഭൂമി ഉഴുത് അതായത് അതിന് ലൈസത്ത് ബിദുലൂലിൻ തുസീറുൽ അർള ഭൂമി ഉഴുതുകൊണ്ട് അതെന്തായിട്ടില്ല, ദലൂലായിട്ടില്ല, പരിചയിക്കപ്പെട്ടതല്ല, അല്ലെങ്കിൽ ഭൂമി എന്താണ് വിധേയമാക്കപ്പെട്ടതല്ല. അതുപോലെ തന്നെ വലാ തസ്കിൽ അർള നനക്ക് അൽ ഹർസ വിളയെ കൃഷിയെ നനക്കുന്നതുമല്ല. അയ്യക്കുൽ വലാ തഅമലു ഫിൽ ഹർസീൻ അത് കൃഷിയിൽ എന്താണ് പണിയെടുക്കുന്നതുമല്ല. പിന്നെന്താണത്? മുസല്ലമത്തുൻ അത് മുസല്ലമത്താണ്. മുസല്ലമത്ത് ചോദിച്ചാൽ എന്താ? അത് ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതമായതാണ്. അതിന് മുസല്ലമത്തമിൻ ഒയൂബി കണ്ട ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതമാണ്. ലാശിയത്ത ഫിഹ അതിൽ യഖൂലു ലാ ബയാദ ഫിഹ അതിലെന്തില്ല, വർണ്ണത്തിൽ കലർപ്പില്ല, യാതൊരു കലർപ്പുമില്ല, വർണ്ണത്തിൽ യാതൊരു കലർപ്പുമില്ലാത്തതാണ് എന്ന് പറഞ്ഞു. അതായത് മറ്റു നിറങ്ങൾ കലർന്നിട്ടില്ല എന്നും പറഞ്ഞു കൊടുത്തു. യഖൂലു അല്ലാഹു പറയും ലാ ബയാദ അതിൽ വെളുപ്പില്ല, അതായത് ഇടയ്ക്കിടയ്ക്ക് വെളുപ്പും മൊത്തം മഞ്ഞാണ്. ഖാലു പറഞ്ഞു അൽ ആന ജിഅ്ത ബിൽ ഹഖ് ഇപ്പോഴാണ് അങ്ങ് യാഥാർത്ഥ്യം കൊണ്ടുവന്നത്. അല്ല അവർ പറഞ്ഞെന്താണ്? ഇപ്പോഴാണ് താങ്കൾ എന്താ യഥാർത്ഥം പറഞ്ഞു തന്നത്. അങ്ങനെ ഫദബഹുഹ അവർ അതിനെ അറുത്തു. ഒമാക്കാതു യഫ്അലൂൻ അവർ അതിനെ അറുക്കാൻ അടുത്തിരുന്നില്ല. ഒമാക്കാതു അവർ ആകുമായിരുന്നില്ല യഫ്അലൂന അത് പ്രവർത്തിക്കാൻ അവർ അടുത്തിരുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ചരിത്രം. അത് കാല റാവി പറയുന്നു വലൗ അന്നൽ ഖൗമ ഹീന ഉമിറു അൻ യദ്ബഹു ബഖറതൻ ആ ജനത അവരോട് പശുവിനെ അറുക്കാൻ അവർ കൽപ്പിക്കപ്പെട്ടപ്പോൾ അവർ അറുത്തിരുന്നെങ്കിൽ വലൗ അന്നൽ ഖൗമ ഹീന ഉമിറു ജനതയായിരുന്നെങ്കിൽ അവരോട് കൽപ്പിക്കപ്പെട്ട സമയത്ത് തദ്ബഹു ബക്കറത്തിനെ അറുക്കാൻ കൽപ്പിക്കപ്പെട്ട സമയത്ത് ഉള്ള ജനത ഇസ്താറലു ബക്കറത്ത മിനൽ ബക്കരി അവർ ഏതെങ്കിലും ഒരു പശുവിനെ വെളിവായിട്ട് അതിനെ അറുക്കുകയായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പശുവിനെ തിരഞ്ഞെടുത്ത് അറുത്തിരുന്നെങ്കിൽ ലക്കാനത്ത് അത് മതിയാകുമായിരുന്നു, അത് തന്നെ മതിയാകുമായിരുന്നു. പക്ഷേ വലാക്കിന്നഹും അവർ ശദ്ദദു അലാ അൻഫുസിഹിം അവരെന്ത് ചെയ്തു? കർശനമാക്കി അവരുടെ മേൽ. അപ്പോൾ ശുദ്ധിത അലൈഹി അവരുടെ മേലും കർശനമാക്കപ്പെട്ടു എന്നാണ്. വലൗല അന്നൽ ഖൗമസ്തസ്നൗ ആ ജനത ഇസ്തിസ്ന ചെയ്ത് ഫക്കാലുണ്ട് അവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ വൈന്ന ഇൻഷാ അല്ലാഹു ല മുഹ്തദുൻ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ എന്ന് പറഞ്ഞല്ലോ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളെന്ത് ചെയ്യും? എത്തിച്ചേരും
എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ലമാ ഹുദു ഇലൈഹാബദാന്ന്, ഒരിക്കലും അവർക്ക് വഴി കാണിക്കപ്പെടുക, അതിലേക്ക് ഒരിക്കലും ആ വഴി കാണിക്കപ്പെടുമായിരുന്നില്ല, ആ പശുവിനെ അവർക്ക് കിട്ടുമായിരുന്നില്ല. അവരിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയെന്ന്. ഇൻഷാ അള്ളാന്ന് പറഞ്ഞു, അള്ളാഹ് ഉദ്ദേശിച്ചാന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇപ്പോൾ വലകൻ നമുക്ക് എത്തിയിട്ടുണ്ട്. അന്നഹും ലം യജിദുൽ ബഖറ, അവരെന്ത് എത്തിച്ചില്ല, പശുവിനെ അവർക്ക് കിട്ടിയില്ല. ഏതുവരെ അല്ലത്തി നുഴത്തല്ല, അവർക്ക് വിശേഷണം പറയപ്പെട്ട പശു കിട്ടിയില്ല. ഇല്ല ഇന്ത അജൂസിൻ, ഒരു കിഴവിയുടെ അടുത്തല്ലാതെ, ഒരു വൃദ്ധയുടെ അടുത്തല്ലാതെ, ഇന്ദഹ യത്താമ, അവളുടെ അടുത്ത് യത്തീമീങ്ങളായ കുട്ടികളുണ്ടായിരുന്നു. വഹിയൽ കയ്യമത്തു അലി, അവളാകട്ടെ അവരുടെ മേൽ സംരക്ഷകയായിരുന്നു, കാര്യങ്ങൾ നോക്കുന്ന, ആ യത്തീം കുട്ടികളുടെ കാര്യം നോക്കുന്നവളാണ്. അങ്ങനെ ഫലമ്മ അലിമത്ത് അന്നഹു ലാ യസ്കൂലഹും ഗൈറുഹ, അവൾ അറിഞ്ഞപ്പോൾ ലാ യസ്കൂലഹും, അവർക്ക് ശരിയാവുകയില്ല, ഗൈറുഹ, ഇതല്ലാത്ത തൻ്റെ കൈവശമുള്ള പശുവല്ലാതെ ശരിയാകില്ല എന്ന് അവൾ അറിഞ്ഞപ്പോൾ അലാഫത്ത് അലൈഹിമു സമന, ആ സ്ത്രീ എന്ത് ചെയ്തു, അവരുടെ മേൽ വില കയറ്റി ഇരട്ടിപ്പിച്ചു, വില ഇരട്ടിപ്പിച്ചു പറഞ്ഞു. ഫാത്തവ് മൂസ, അപ്പോൾ അവർ മൂസാ നബിയുടെ അടുത്ത് കണ്ട് ഫാഖ്ബറു, മൂസാ നബിയോട് പറഞ്ഞു, അന്നഹും അവരില്ലം യജിദു ഹാദന്നാത്ത, ഈ പറഞ്ഞ വിശേഷണമുള്ള പശുവിനെ എത്തിച്ചില്ല. ഇല്ല ഇന്ത ഫുലാന, ഇന്ന ആ സ്ത്രീയുടെ അടുത്തല്ലാതെ. വന്നഹാ സാലത്തുഹും അള്ളാഫ സമനിഹ, അവരാണെങ്കിലോ അതിൻ്റെ ഇരട്ടി വിലയാണ് ചോദിക്കുന്നത്, ഇരട്ടികൾ, ഒരുപാട് ഇരട്ടി വിലയാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു, അല്ലേ, വില കൂട്ടി ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കാലലഹും, അപ്പോൾ മൂസാ നബി അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ് ഖദ് കാന ഖഫഫ അലൈക്കും, അള്ളാഹ് നിങ്ങൾക്ക് ലഘുവാക്കി. അപ്പോൾ ഫശദ്ദത്തും, നിങ്ങളാണ് എന്ത് ചെയ്തത്, കർശനമാക്കിയത്, നിങ്ങളല്ലേ കർശനമാക്കിയത്, അലാംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ. അതുകൊണ്ട് ഫാത്തുഹാ റിളാഹ, അവൾക്ക് നിങ്ങൾ നൽകുക, അവളുടെ തൃപ്തി നൽകുക, വഹുക്കുമഹ, അവളുടെ തൃപ്തിപ്പെടുന്നതും ചോദിക്കുന്നതും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഫാലു, അപ്പോൾ അവർ അങ്ങനെ ചെയ്യുകയും വസ്തറു, അവർ അതിനെ, ആ പശുവിനെ വാങ്ങുകയും ഫദബഹുഹ, അവർ അതിനെ അറുക്കുകയും ചെയ്തു. ഫാമറഹു മൂസ, അപ്പോൾ മൂസാ നബി അവരോട് കൽപ്പിക്കാൻ അലൈഹിസ്സലാം, യഹുദു അളുമ മിൻഹ, അതിൽ നിന്നൊരു എല്ല് എടുക്കാൻ. അണ്ട് ഫയദ്രിബുഹു ബിഹി, ആ വെല്ലുകൊണ്ട് അടിക്കണം, അൽ ഖത്തില, കൊല്ലപ്പെട്ട ആളെ. അങ്ങനെ ഫാലു, അവർ അങ്ങനെ ചെയ്തു. ഫദബഹ ഇലൈഹി റൂഹു ഫർജ ഇലൈഹി റൂഹു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിലേക്ക് മടങ്ങി വന്നു. ഫസമ്മാലഹും ഖാത്തിലഹു, അദ്ദേഹം അവർക്ക് വേണ്ടി അദ്ദേഹത്തെ കൊന്ന ആളുടെ പേര് പറഞ്ഞു കൊടുത്തു. സുമാദ മയ്യിത്തൻ കമാക്കാന, പിന്നെ അദ്ദേഹം മരിച്ചു വീണു, നേരത്തെ ആയതുപോലെ വീണ്ടും അദ്ദേഹം മരിച്ചുപോയി, മരിച്ചവനായി മാറി. സുമാദ മയ്യിത്തൻ കമാക്ക ഫാഖദ ഖാത്തിലഹു, അപ്പോൾ മൂസാ നബി കൊലയാളിയെ പിടിച്ചു. വഹുവല്ലദീ കാന അതാ മൂസ ഫശക്കായിലഹി മഖ്തലഹു, കണ്ട, അതേ ആരായിരുന്നു എന്നറിയോ, മൂസാ നബിയുടെ അടുത്ത് വന്ന, എന്നിട്ട് മൂസാ നബീനോട് കൊല്ലപ്പെട്ട ആളെ പറ്റി അപരാധി പറഞ്ഞ ആളാണ്. ഫഖത്തലഹുല്ലാഹു അലാ അസ്വൈ അമലിഹി, അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ, മൂസാ നബി അദ്ദേഹത്തെ കൊന്നു, അല്ലെ അള്ളാഹു, ഫഖത്തലഹുല്ലാഹു, അദ്ദേഹത്തെ അള്ളാഹു കൊന്നു, അല അസ്വൈ അമൽ, മോശം പ്രവൃത്തി കാരണം, അവൻ്റെ മോശം പ്രവൃത്തി കാരണം അള്ളാഹു അവനെ കൊന്നു കളഞ്ഞു. അപ്പം ഇങ്ങനെ ചരിത്രം. ഇനി വേറെ വക്കാല മുഹമ്മദ് ജരീർ പറയണം. അപ്പം ഇങ്ങനെ പറഞ്ഞു. ഇനി ഹദസനി ഇബ്നു സഅദിൻ ഹദസനി അബി ഹദസനി അമ്മി ഹദസനി അബി അൻ അബിഹി അൻ ജദ്ദിഹി അൻ ഇബ്നു അബ്ബാസിൻ ഫി ഖൗലി ഫി ഷൈനിൽ ബഖറയുടെ വിഷയത്തിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞത്, വദാലിക്കാത് അന്ന ശൈഖ മിൻ ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽപ്പെട്ട ഒരു വയസ്സായ ആൾ, അല അഹദി മൂസാ നബിയുടെ കാലഘട്ടത്തിലുള്ള ഒരു വയസ്സായ ആൾ, കാന മുക്സിറം ഫിൽമാൽ, അദ്ദേഹം ഒരുപാട് സമ്പത്തുള്ള ആളായിരുന്നു. വക്കാന ബനു അഖിഹി ഫുഖറ, അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രന്മാരാണെങ്കിൽ ഫക്കീറും, ദാരിദ്ര്യന്മാരാണ്. ലാ മാല ലഹു, അവർക്ക് സമ്പത്തില്ല. വക്കാന ഷെയ്ഖു ലാ വലദ ലഹു, ആ പ്രായമുള്ള ആൾക്കാണെങ്കിലോ മക്കളില്ല. ബനു അഖിഹി വർസുഹു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മക്കളാണ് അദ്ദേഹത്തെ അനന്തരമെടുക്കുന്നത്. ഫക്കാലു, അപ്പോൾ അവർ പറയുന്നില്ല, ഇത്ത അമ്മന കതുമാത്ത വരിസ്ന മാലഹൂന്ന്, നമ്മുടെ പിതാവിൻ്റെ സഹോദരൻ മരിച്ചിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അനന്തരം എടുക്കാമായിരുന്നു എന്ന് അവർ പറയണം, അല്ലേ. വൈനഹുൽ അമ്മ തത്താവൽ അലഹിം,
അവരുടെ മേൽ നീണ്ടപ്പോൾ അല്ല യമൂത്ത അമ്മു അദ്ദേഹത്തിൻ്റെ അവരുടെ പിതൃവ്യൻ മരിക്കാതിരിക്കൽ നീണ്ടപ്പോൾ അത്താഹുമ ഷെയ്ത്താൻ അവരുടെ അടുത്ത് ഷെയ്ത്താൻ ചെന്നു. ഫക്കാലാണ്ട് അവരോട് പറഞ്ഞു, ഹല്ലക്കും ഇല അൻ തഖ്തുലൂ അമ്മക്കും, നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ അമ്മിനെ കൊല്ലാതിരിക്കുന്നതിലേക്ക് നിങ്ങൾക്കെന്താ കൊന്നുകൂടെന്ന്. ഇപ്പോൾ തരിസു മാലവും, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ മാലെടുക്കാമല്ലോ, അനന്തരം എടുക്കാമല്ലോ. തൂസിമു അഹ്ലൽ മദീനത്തി, നിങ്ങളെന്ത് ചെയ്യണം, മദീനക്കാരെ കൊണ്ട് നിങ്ങൾ നഷ്ടപരിഹാരം നിങ്ങൾക്ക് കൊടുപ്പിക്കാലും. അല്ലത്തി ലസ്തും ബിഹാ ദിയത്തു, അല്ലത്തി എങ്ങനത്തെ മദീനക്കാരാണ്, ലസ്തും ബിഹ നിങ്ങൾ ആ പട്ടണത്തിലല്ല, അങ്ങനത്തെ ആ പട്ടണക്കാരെ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ദിയത്തഹോ അതിൻ്റെ ദിയത്തിനെ നിങ്ങൾക്ക് എടുക്കാമല്ലോ, നഷ്ടപരിഹാരത്തുക എടുക്കാമല്ലോ എന്ന് ചോദിച്ചു. വദാലിക്കതെന്താണെന്നറിയാം അങ്ങനെ പറയാൻ കാരണം, ആ പട്ടണക്കാർ കാരണം വദാലിക്കത് അന്നഹുമാ അവർ രണ്ടുപേരും കാനത്താ അത് രണ്ടും മദീനത്തൈന്, അല്ലെങ്കിൽ ആ രണ്ട് പട്ടണമായിരുന്നു. കാനൂബി ഇഹ്ദാഹുമ, അവർ രണ്ടുപേരും അവരായിരുന്നു ഫിഹ്ദാഹുമ രണ്ടിലൊന്നിൽ. വക്കാനൽ ഖത്തീലു കാനൂഫി ഇഹ്ദാഹുമ, രണ്ട് പട്ടണം ഉണ്ടായിരുന്നു. ആ കൊല്ലപ്പെട്ട ആൾ ഇതാ കുത്തില, അയാൾ കൊല്ലപ്പെടുകയും അങ്ങനെ ഫതുരിഹ ബൈനൽ മദീനത്തൈനി, രണ്ട് പട്ടണത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഇട്ടാൽ എന്ത് ചെയ്യും, ഖീസ മാ ബൈനൽ ഖത്തീലി വൽ ഖറിയത്തൈനി, രണ്ട് ഖറിയത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, അളക്കപ്പെടും. കീസ് അളക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഫയ്യുഹുമ കാനത്ത് അക്രബയിലേഹി, അതിലേതാണ് ഏതിലെ കറിയിലേക്കാണ് അടുത്തതെങ്കിൽ അരിമത്തി ദിയത്ത, ആ കറിയക്കാരെന്ത് ചെയ്യും, ദിയത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ്. വന്നഹും ലമ്മാ സവ്വലഹും ശൈത്താനു ദാലിക, അപ്പോൾ അവർക്കിത് ശൈത്താൻ ഭംഗിയാക്കി കൊടുത്തപ്പോൾ, ആകർഷകമായി തോന്നിപ്പിച്ചപ്പോൾ, തത്താവൽ അലൈഹിം അല്ലാ യമൂത്ത അമ്മുഹും, അവരുടെ അമ്മെന്ന് വെച്ചാലാണ് പിതാവിൻ്റെ സഹോദരൻ മരിക്കാതിരിക്കൽ നീളുകയും ചെയ്തപ്പോൾ ആ മധു ഇലൈഹി, അവർ അത് പ്രവർത്തിച്ചു. അങ്ങനെ ഫഖത്തലൂഹു, അവർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നല്ലേ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അങ്ങനെ സുമ്മ അമദൂ ഫതറഹൂഹു, പിന്നെ അവരെന്ത് ചെയ്തു, അദ്ദേഹത്തെ കൊണ്ടുപോയി ഇട്ടു. അല ബാബിൽ മദീനത്തിലെത്തി യൈസൂഫി, അവർ ഏത് പട്ടണത്തിലാണോ ഉള്ളത് ആ പട്ടണമല്ലാത്ത പട്ടണത്തിലേക്ക് കൊണ്ടുപോയി ഇട്ടു. അങ്ങനെ ഫലമ്മ അസ്ബഹ, പ്രഭാതമായപ്പോൾ അഹ്ലുൽ മദീന അല്ലേ, ഫലമ്മ അസ്ബഹ അഹ്ലുൽ മദീനത്തി ജാബനു അഖി ഷെയ്ഖ്, മദീനക്കാർ പ്രഭാതമായപ്പോൾ ആ വയസ്സായ ആളുടെ സഹോദരൻ്റെ മക്കൾ വന്നിട്ട് ഫക്കാൽ അവർ പറഞ്ഞു, അമ്മുന ഖുത്തിലാല ബാബി മദീനത്തിക്കും, ഞങ്ങളുടെ പിതൃവ്യനെ നിങ്ങളുടെ മദീന പട്ടണത്തിൻ്റെ വാതിൽ വെച്ച് കവാടത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അമ്മിന, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് നൽകണം, ഞങ്ങളുടെ പിതാവിൻ്റെ നഷ്ടപരിഹാരത്തുക നൽകണമെന്ന് അവരെന്ത് ചെയ്തു പറഞ്ഞു, നിങ്ങൾ പിഴ നൽകുക തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കാല അഹുൽ മദീനക്കാർ പറഞ്ഞു, നുഖ്സിമു ബില്ലാഹി മാ ഖത്തൽന വല അലിംന ഖാത്തിലൻ, ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അള്ളാഹിനെ തന്നെ സത്യം, ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അള്ളാഹുവിൻ്റെ പേരിൽ ഞങ്ങൾ സത്യം ചെയ്യുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ഞങ്ങൾക്ക് കൊലയാളിയെ അറിയേയില്ല എന്ന് പറഞ്ഞു. വലാ ഫതഹ്ന ബാബ മദീനത്തിന മുന്തു ഉഗ്ലിക ഹത്താ അസ്ബഹ്ന, ഞങ്ങളുടെ ഈ പട്ടണത്തിൻ്റെ വാതിൽ ഞങ്ങൾ അതിനെ അടച്ചു പൂട്ടിയത് മുതൽ പ്രഭാതം വരെ ഞങ്ങൾ തുറന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. വൈനഹു അഹമ്മദു ഇലാ മൂസ, അങ്ങനെ അവരെന്ത് ചെയ്തു, മൂസാ നബിയുടെ അടുത്തേക്ക് ചെന്നു എന്നാണ്. മൂസാ നബിയുടെ അടുത്ത് ചെന്നിട്ട് ഫലമ്മ ആത്തഹു, അവർ മൂസാ നബിയുടെ അടുത്ത് ചെന്നപ്പോൾ കാല ബനു അഖി ഷെയ്ഖ്, ആ കൊല്ലപ്പെട്ട ആളുടെ സഹോദരപുത്രന്മാർ പറഞ്ഞു, അമ്മുന വജദനാഹു മഖ്തൂല, ഞങ്ങളുടെ പിതൃവ്യനെ ഞങ്ങൾ കൊല്ലപ്പെട്ടതായിട്ട് ഞങ്ങൾ എത്തിച്ചു. അല ബാബി മദീനത്തിഹിം, ഇവരുടെ കവാടത്തിൽ വെച്ചുകൊണ്ട്, ഇവരുടെ പട്ടണത്തിൻ്റെ കവാടത്തിൽ വെച്ചുകൊണ്ടാണ് കൊന്നത്. അമ്മുന വജദന അല്ലേ. അപ്പോൾ വക്കാല അഹുൽ മദീന, അപ്പോൾ പട്ടണക്കാർ പറഞ്ഞു,
നുഖ്സിമു ബില്ലാഹി മാ ഖത്തൽനാ വലാ ഫതഹ്നാ ബാബം മദീനത്തി മിൻ ഹീന അഗ്ലഖ്നാ ഹത്താ അസ്ബഹ്നാ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ കൊന്നിട്ടില്ല. നേരത്തെ പറഞ്ഞു തന്നെ, അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നിട്ടില്ല. ഞങ്ങളുടെ പട്ടണത്തിലെ വാതിൽ ഞങ്ങൾ അതിനെ അടച്ചത് മുതൽ പ്രഭാതം വരെ തുറന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നഹു ജിബ്രീൽ ജാബി അംരി സമീ അൽ അലീം ഇലാ മൂസ. അപ്പോൾ ജിബ്രീൽ വന്നു മൂസാ നബിയുടെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയുമായിട്ട്, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമായ അള്ളാഹിൻ്റെ കൽപ്പനയുമായിട്ട് വന്നിട്ട് ഫക്കാലാണ്ട് ജിബ്രീൽ പറഞ്ഞു, കുല്ലഹു അങ്ങ് അവരോട് പറയണം, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറാന്ന്, നിങ്ങളൊരു പശുവിനെ അറുക്കാൻ അള്ളാഹ് കൽപ്പിക്കുന്നു. അപ്പോൾ ഫതദ്രിബൂ അണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഭാഗം അർത്ഥത്തിൻ്റെ ചില ഭാഗം കൊണ്ട് അതിനെ അടിക്കണമെന്ന്. ഇനി വക്കാല സുദ്ദി പറയണം കേട്ടോ. ഇനി ഇത് തന്നെയാണ് വേറെ പല റിപ്പോർട്ട് പ്രകാരം. വൈദ് കാല മുസാലി ഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ എന്നിടത്ത് സുദ്ദി പറഞ്ഞു, കാല അതേ പറഞ്ഞു, കാന റജുലൻ മിൻ ബനി ഇസ്രായീല മുക്സിറൻ മിനൽ മാലി വക്കാനത്ത് ലഹു ഇബ്നത്ത്. കണ്ട, ഇവിടെ പറഞ്ഞ വേറെയാണ്. ബനു ഇസ്രായേൽ ഒരുപാട് സമ്പത്തുള്ള ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിനൊരു മകളുണ്ടായിരുന്നു. വകാനിൽ ഇബ്നു അഖിൻ മുഹ്താജായ, അദ്ദേഹത്തിനൊരു സഹോദരപുത്രനുണ്ട്, മുഹ്താജാണെന്ന് വെച്ചാൽ അദ്ദേഹം ആവശ്യക്കാരനാണ്, സമ്പത്തിന് ആവശ്യമുള്ള ആളാണ്. ഫഖത്തബ ഇലൈഹി ഇബ്നു അഖീഹി ഇബ്നതഹു. അപ്പോൾ സഹോദരപുത്രൻ അദ്ദേഹത്തോട് എന്താണ് പിതൃവിനോട് മകളെ കല്യാണം ആലോചിച്ചു. അപ്പോൾ അബാ യുസബ്ബിജഹു, അദ്ദേഹം വിവാഹം ചെയ്തു കൊടുക്കാൻ വിസമ്മതിച്ചു. ഫഗളിബൽ ഫത്ത, അപ്പോൾ ആ യുവാവ് ദേഷ്യപ്പെടുകയും വക്കാല അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലാ അഖ്തുലന്ന അമ്മി, എൻ്റെ പിതൃവിനെ ഞാൻ തീർച്ചയായും കൊല്ലും. വല ആഖുദന്ന മാലഹു, അദ്ദേഹത്തിൻ്റെ സമ്പത്തും ഞാൻ എടുക്കും. അണ്ട് വാല അങ്കിഹന്ന ബിനത്തോ, അദ്ദേഹത്തിൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്യും. അണ്ട് വാക്കുലന്ന ദിയത്തോ, അദ്ദേഹത്തിൻ്റെ നഷ്ടപരിഹാരവും ഞാൻ എന്ത് ചെയ്യും, തിന്നും. അദ്ദേഹത്തിൻ്റെ കൊല്ലപ്പെട്ടതിൻ്റെ നഷ്ടപരിഹാരവും ഞാൻ എന്ത് ചെയ്യും, എടുക്കുമെന്ന് അയാൾ സത്യം ചെയ്തു. ഫാത്താവുൽ ഫത്ത, അങ്ങനെ യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. വക്കത് ഏസിയിലെ വക്കത് ഖദിമ തുജാറം ഫി ബാദി അസ്ബാത്തി ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിലെ ചില ഗോത്രങ്ങളിൽ കച്ചവടക്കാർ മുന്നിട്ടിരിക്കുന്ന സ്ഥിതിയിലാണ് ചെന്നത്. അണ്ട് അയാൾ പറഞ്ഞു, യാ മുൻതലിക്കുമായി, എൻ്റെ കൂടെ വരാ, എൻ്റെ പിതൃവ്യ സഹോദര, എൻ്റെ പിതൃവ്യ എൻ്റെ കൂടെ വരണം. അണ്ട് ഫഹുദലി മിൻ തിജാർത്തി ഹൗലായിൽ ഖൗമി, ആ കൂട്ടരുടെ കച്ചവടത്തിൽ നിന്ന് എനിക്ക് വേണ്ടി എടുത്തു തരണം എന്ന് പറഞ്ഞു. ലാലിയ നസീബ മിൻഹ, ഞാൻ അതിൽ നിന്ന് എന്ത് ചെയ്തേക്കാം, വല്ലതും സമ്പാദിച്ചേക്കാമെന്ന് പറഞ്ഞു. കാരണം ഫൈനഹും ഇതാ റൗക്കമായി തൗനി, അവർ അങ്ങേ എൻ്റെ കൂടെ കണ്ടാൽ അവർ എനിക്ക് നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അണ്ട് ഫഹറജൽ അമ്മു മാൽ ഫത്ത, അപ്പോൾ എന്ത് ചെയ്തു, പിതൃവ്യൻ ആ യുവാവിൻ്റെ കൂടെ സഹോദരപുത്രൻ്റെ കൂടെ പുറപ്പെട്ടു. അല്ലെങ്കിൽ രാത്രിയിലാണ് വന്നത്. അങ്ങനെ ഫലമ്മ ബലക ഷെയ്ഖു താലിക സിബത്ത, ആ ഗോത്രത്തിൽ ആ പ്രായമായ ആൾ എത്തിയപ്പോൾ ഖത്തലഹുൽ ഫത്ത, യുവാവ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. സുമ റജാ ഇലാഹ്ലി, പിന്നെ ആ യുവാവ് എന്ത് ചെയ്തു, വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. അങ്ങനെ ഫലം ആസ്ബ, പ്രഭാതമായപ്പോൾ അദ്ദേഹം വന്നു. കാന്നഹു യത്ലു അമ്മാവു, അദ്ദേഹത്തിൻ്റെ പിതൃവ്യനെ അന്വേഷിക്കുന്നത് പോലെ വന്ന്. കാന്നഹു ലാ യദ്രി അയ്ന ഹുവ, ഏതുപോലെ എവിടെയെന്ന് അറിയണില്ല എന്നതുപോലെ. ഫലം യജിദു, അപ്പോൾ അദ്ദേഹം എത്തിച്ചില്ല. അങ്ങനെ ഫന്തലക്ക നഹ്വഹു, അദ്ദേഹം ആ എന്ത് ചെയ്തു, ഭാഗത്തേക്ക് ചെന്നു, അങ്ങോട്ട് ചെന്നു അല്ലേ. ഫൈദൻ ഹുബി ദാലിക സിബിത്തി മുജ്തമഈന അലൈഹി, അന്നേരം നോക്കുമ്പോൾ എന്താണ്, ആ ഗോത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മേൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയേക്കാണ്. ഫഅഖദഹും, അപ്പോൾ അദ്ദേഹം അവരെ എന്ത് ചെയ്തു, അവരെ പിടിച്ചു. വക്കാലണ്ട് പറഞ്ഞു, ഖത്തൽത്തും അമ്മി, നിങ്ങൾ എൻ്റെ അമ്മിനെ കൊന്നുകളഞ്ഞു. ഫദ്ദു ഇലൈ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ദിയത്തോ, അദ്ദേഹത്തിൻ്റെ ദിയത്തിനെ നിങ്ങൾ എനിക്ക് നൽകണം എന്ന് പറഞ്ഞു. എന്താണ് ദിയത്ത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ നഷ്ടപരിഹാരത്തുക നിങ്ങൾ എനിക്ക് നൽകണം. ഫജാല ബിക്കി വയഹ്തു തുറാബ അലാ റഅസി, അദ്ദേഹം കരയാനും മണ്ണ് തലയിലേക്ക് വാരിയിടാനും തുടങ്ങി. വൈനാദി, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, വാ അമ്മ, എൻ്റെ അമ്മേ എന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ പിതൃ സഹോദര എന്ന് വിളിച്ചു പറഞ്ഞു. ഫറഫഉ ഇലാ മൂസ, അപ്പോൾ അദ്ദേഹം അവരെ കൊണ്ടുവന്നു മൂസാ നബിയിലേക്ക്. ഫഖാല അലൈഹിം ബിദ്ദിയത്തി,
അപ്പോൾ മൂസാ നബി അവരുടെ മേൽ ദിയത്ത് പ്രായശ്ചിത്തം എന്ത് ചെയ്തു, നഷ്ടപരിഹാരം അവരുടെ മേൽ വിധിച്ചു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ലഹു മൂസാ നബിയോട് പറയണം, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഉദുല്ലാ ലനാ ഹത്താ യുബയ്യിന ലനാ മൻ സാഹിബുഹു, അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്യുക, അള്ളാഹു നമുക്ക് വ്യക്തമാക്കി തരട്ടെ ആരാണ് അദ്ദേഹത്തെ കൊന്നതെന്ന്. ഫയുഖദു സാഹിബുൽ ജരീമ, അപ്പം എന്ത് ചെയ്യാലോ, അക്രമിയെ പിടിക്കാമല്ലോ എന്ന് പറഞ്ഞു, കുറ്റവാളിയെ പിടിക്കാമല്ലോ. ഫവല്ലാഹി ഇന്ന ദിയത്തു അലൈനാ ലഹയ്യിനത്തുൻ, അള്ളാഹിനെ തന്നെ സത്യം, അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകൽ ഞങ്ങൾക്കത് എളുപ്പമാണ്. പക്ഷേ വലാക്കിന നസ്തഹി, ഞങ്ങൾക്ക് ലജ്ജിക്കുന്നു, അനു അയ്യറ ബിഹി, അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കപ്പെടൽ, ഞങ്ങളെ പഴിക്കപ്പെടൽ ഞങ്ങൾ എന്താ വെറുക്കുന്നു. അതഫദാലിക ഹീന യഖൂലു, അതാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോഴാണെന്തത്, അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു, വൈദ് ഖത്തൽതും നഫ്സൻ, കണ്ട നിങ്ങളൊരു ശരീരത്തെ കൊന്ന് കണ്ട് ഫദ്ദാറത്തും ഫിയ, നിങ്ങളതിൽ തർക്കിച്ചു. വല്ലാഹു മുഖ്രിജമ്മാ കുന്തും തക്തുമുൻ, അള്ളാഹു നിങ്ങൾ മറച്ചു വെച്ചതിനെ പുറപ്പെടുവിക്കുന്നവനാണ്, പുറത്തു കൊണ്ടുവരുന്നവനാണെന്ന് ഇറങ്ങിയത്. ഫഖാല മൂസ, അപ്പോൾ മൂസാ നബി അവരോട് പറഞ്ഞു, ഇന്നല്ലാഹി യഅ്മുറുക്കും തദ്ബഹു ബഖറ, നിങ്ങളൊരു പശുവിനെ അറുക്കാൻ അള്ളാഹ് കൽപ്പിക്കുന്നുണ്ട്. കാലു, അവർ ചോദിച്ചു, നസ്അലുക്കാനിൽ ഖത്തീൽ, ഞങ്ങൾ നിന്നോട് കൊലയാളിയെ പറ്റിയല്ലേ ചോദിച്ചത്, വമ്മൻ ഖത്തലഹു, അതുപോലെ തന്നെ വാ അമ്മൻ ഖത്തല, അത് കൊന്ന ആളെ പറ്റിയും കൊല്ലപ്പെട്ടവൻ്റെ വിഷയമല്ലേ പറഞ്ഞത്. തഖൂലു, അങ്ങ് പറയുന്നത് ഇത് ബഹു ബക്കറ എന്നാണല്ലോ പറയുന്നത്, പശുവിനെ അറുക്കാനാണല്ലോ പറയുന്നത്. ആ തഹ്സൗബിന, അങ്ങ് ഞങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചു അവർ, അല്ലേ. കാല, അപ്പം മൂസാ നബി പറഞ്ഞു, ഔദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലി, ഞാൻ വിവരമില്ലാത്തവനാകൽ, പരിഹസിക്കുന്നവനാകലിൽ പെട്ടവനാകൽ ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുന്നു. കാല ഇബ്നു അബ്ബാസ് പറയണ്ട, ഫലവി തറദു ബഖറത്തൻ ഫതബഹുഹാ ല അജ്സഅത് അൻഹും, കണ്ട അവരേതെങ്കിലും ഒരു പശുവിനെ അവരെന്തായിരുന്നെങ്കിൽ തിരഞ്ഞെടുത്ത് അറുത്തിരുന്നെങ്കിൽ അത് അവർക്ക് മതിയാകുമായിരുന്നു. അലാക്കിനവും ശദ്ദതു, അവരെന്ത് ചെയ്തു ശദ്ദതു, അവർ കർശനമാക്കി. അതുപോലെ തന്നെ തായ്യനു, അവരെന്ത് ചെയ്തു, വാശി പിടിച്ചു. താന്നത്തു എന്നാണ് മൂസാ നബിയുടെ മേൽ വാശി പിടിച്ചപ്പോൾ ഫശദ്ദദ അല്ലാഹു അലൈഹി, അവരുടെ മേൽ അല്ലാഹു തആല കർശനമാക്കി. ഫഖാലു, അവർ ചോദിച്ചല്ലോ, ഉദൂ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാഹിയ, അത് എന്ത് തരം പശുവാണെന്ന് വ്യക്തമാക്കുക, റബ്ബിനോട് ചോദിക്കാമെന്ന്. കാല, മൂസാ നബി പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹു ബഖറത്തുൻ ലാ ഫാരിദ്, അതൊരു പശുവാണ്, ലാ ഫാരിദല്ല, ഫാരിദല്ലാത്ത പശു, അല്ലേ. അതുപോലെ തന്നെ വല ബിക്കറുമല്ല, ഫാലിച്ച പ്രായമുള്ളതുമല്ല, ബിക്കറും ചെറുപ്പമുള്ളതുമല്ല. അപാനം ബൈന താലിക്കാന്ന്, അത് രണ്ടിൻ്റെ ഇടയിൽ മധ്യമമായ സ്ഥിതിയിലുള്ളതാണ്. വൽ ഫാരിദിൻ്റെ അർത്ഥം എന്നാൽ ഹരിമത്തുല്ലത്തില്ല തലിത്, പ്രസവിക്കാത്ത കിഴവിയായ പശു. വൽ ബിക്കറും ചല്ലത്തിലും തലിതില്ല വലതം വാഹിദ, അത് ഒറ്റ കുട്ടിയല്ലാതെ പ്രസവിച്ചിട്ടില്ലാത്താണ് ബിക്കർ എന്നിവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ബിക്കർ വേറെയാണ്. വൽ അവാനു വെച്ചെന്താ, അതായത് രണ്ടിൻ്റെ ഇടയിൽ ബൈനതാലിക്ക, നസഫുല്ലത്തി ബൈനതാലിക്ക, ഈ ബിക്കറിൻ്റെയും ഫാലിദിൻ്റെ ഇടയിൽ മധ്യമായത്. അല്ലത്തി കത് വലതത്ത് വലതഹ വലദഹ, അത് പ്രസവിച്ചിരിക്കുന്നു, വലദഹ, അങ്ങനെ പറഞ്ഞ അല്ലത്തി കത് വലതത്ത് വലദുഹ, നിസ്ഫു അല്ലത്തി കത് വലദത്ത്, അതൊന്നാണ്. കത് വലദത്ത്, അത് പ്രസവിച്ചു, വലദുഹ, അതിൻ്റെ കുട്ടിയെ പ്രസവിച്ചു, അങ്ങനെ ആട്ടെ. അതുകൊണ്ട് ഫഫ്അലു, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക, മാതൂമർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്. അപ്പോൾ അവർ പറഞ്ഞു, കാലുദു ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ലൗന, അതിന് നിറം എന്താണെന്ന് വ്യക്തമാക്കി തരാൻ അള്ളാഹിനോട് ദുആ ചെയ്യാം. വഖാല മൂസാ നബി പറഞ്ഞു, ഇന്നഹു യഖൂലു, തീർച്ചയായും അള്ളാഹ് പറയുന്നു, ഇന്നഹ ബഖറത്തുൻ സഫറാഉ ആണ്, ഫാക്കിൻ ലൗനുഹ, അത് മഞ്ഞ നിറത്തിലുള്ളതാണ്, അല്ലേ, മഞ്ഞ നിറത്തുള്ളതാണ്. ഫാക്കിൻ ലൗൻ, എൻ്റെ നിറം എന്താണ്, ഫാക്കിയാണ്.
തനിച്ച നിറമുള്ളതാണ്, മറ്റൊന്നുമായിട്ട് കലർന്നിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലേ? ഫാഖീൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തനി ശുദ്ധമായ നിറമാണെന്ന്. മഞ്ഞ വർണ്ണമാണ് ഫാഖൻ ലൗൻ, അതിൽ എന്താ ശുദ്ധമായ മഞ്ഞ നിറം. തസറു നാദിരീൻ, അത് ഈ നഖിയൻ ലൗൻ, അതിൻ്റെ നിറം എന്താണ്? നഖിയ എന്ന് വെച്ചാൽ തെളിഞ്ഞ നിറമാണ്. തസറു നാദിരീൻ, ഐ തോജബുൻ നാദിരീൻ, നോക്കുന്നവരെ അത് അത്ഭുതപ്പെടുത്തും. കാലു, അവർ ചോദിക്കൂ, ദൂലന റബ്ബക്ക യുബയ്യിലന മാഹിയ, വീണ്ടും ചോദിക്കേണ്ട, അങ്ങ് റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബ് വ്യക്തമാക്കി തരട്ടെ ഞങ്ങൾക്ക് അതെന്താണെന്ന്, ഏതുതരം പശുവാണെന്ന്. കാരണം ഇന്നൽ ബക്കറ തശാബ അലൈന, പശുക്കൾ ഞങ്ങളുടെ മേലെന്താകുന്നു? തിരിച്ചറിയാതെയാകുന്നു, സാദൃശ്യമാകുന്നു. വൈന ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾ അതിലേക്ക് എത്തിച്ചേരുന്നതാണെന്ന്. അപ്പോൾ കാല മൂസാ നബി പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹ ബക്കറത്തുൻ, അതൊരു പശുവാണ്, ലാ ദലൂലുൻ, അത് ദലൂലല്ല. ദലൂൽ എന്ന് വെച്ചാൽ എന്താണ്? ദലൂലെന്ന് പറഞ്ഞില്ല നമ്മൾ. ഇൻഷാ അല്ലാഹ് ഇബ്നു ഇവിടെ പറഞ്ഞത് ദലൂലിൻ്റെ അർത്ഥം അത് നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ, അത് ഉപയോഗിക്കപ്പെട്ടതല്ല. തുസീറുൽ അർള, ഭൂമി ഉഴുതാൻ വേണ്ടിയിട്ടോ, അതുപോലെ തസ്കിൽ അർസ, അതുപോലെ തന്നെ കൃഷി നനക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഉപയോഗിക്കപ്പെട്ടതല്ല. മുസല്ലമത്തൻ, അതെന്താണ്? എല്ലാ പിഴവിൽ നിന്നും അത് സുരക്ഷിതമായതാണ്. അതുപോലെ തന്നെ ലാശിയത്ത ഫിഹ, അതിലെന്തില്ല? കലർപ്പില്ല. വർണ്ണത്തിൻ്റെ യാതൊരു കലർപ്പുമില്ല, തനിച്ച കളറാണ്. വെളുപ്പിനാലോ സവാദിനാലോ വലാഹുമ്രത്തിൻ, ചുവപ്പിനാലോ കറുപ്പിനാലോ വെളുപ്പിനാലോ ഒന്നും എന്തില്ല, അതിൽ കലർപ്പില്ലാത്ത എന്താണ്? ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ട, കൃഷിക്കോ മറ്റോ ഉഴുതാനോ ഉപയോഗിക്കപ്പെടാത്ത, വെള്ളം കോരാനോ ഉപയോഗിക്കപ്പെടാത്ത പശുവാണ് എന്ന് പറഞ്ഞു. കാലു, അവർ പറഞ്ഞു, അൽ ആന ജിഗ്ത ബിൽ ഹഖി, ഇപ്പോൾ അങ്ങ് എന്ത് ചെയ്യുന്നു? യാഥാർത്ഥ്യം ഇപ്പോൾ കൊണ്ടുവന്നു. ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്ത്? യഥാർത്ഥം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫതലബൂഹ ഫലം യഖ്ദിറു അലൈഹ, അപ്പോൾ അവർ അതിനെ തേടി, ഈ വിശേഷണം പറഞ്ഞ പശുവിനെ അന്വേഷിച്ചു, പക്ഷേ ഫലം യഖ്ദിറു അലൈഹ, അവർക്കത് അതിന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇനി അത് എവിടുന്ന് കിട്ടി എന്നുള്ള ചരിത്രമാണ് പറയണം. അത് ഇച്ചിരി കൂടി അല്ലാതും പറയാം അല്ലേ. വക്കാന റജുലൻ ഫി ബനി ഇസ്രായേല, ബനി ഇസ്രായേൽപ്പെട്ട ഒരു റജുലുണ്ടായിരുന്നു. മിൻ അബരിൻ നാസി ബി അബിഹി, പിതാവിനോട് ഏറ്റവും ഗുണം ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. വൈന റജുലൻ മർറ ബിഹി മഅഹു ലൂലുവൻ യബിഹു, ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അരികിലൂടെ നടന്നുപോയി. അയാൾ മുത്ത് വിൽക്കുന്ന ആളാണ് നടന്നുപോയത്. വക്കാന അബൂഹു നായിമൻ തഹത്ത റഅസി മിഫ്താഹ്, അദ്ദേഹത്തിൻ്റെ പിതാവാണെങ്കിലോ ഉറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ തലേൻ്റെ ചുവട്ടിലാണ് താക്കോലുള്ളത്, പണത്തിൻ്റെ താക്കോലുള്ളത്. ഫഖാല ലഹു റജുൽ, അപ്പോൾ എന്താണ് മുത്ത് വിൽക്കുന്ന ആൾ ഇയാളോട് പറഞ്ഞു, തസ്തരി മിന്നി ഹാദൽ ലൂല ബി സബീന അൽഫ, 70,000 നിനക്ക് എന്നിൽ നിന്ന് നീ ഈ മുത്ത് വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല ലഹു, അപ്പോൾ യുവാവ് അയാളോട് പറയാണ്, യുവാവ് പറഞ്ഞു, കമാൻത ഹത്താ തസ്തൈഖല ബി ഫാഖുദുഹു മിൻക ബി സമാനിൻ അൽഫ, നീ കുറച്ചു നേരം നിൽക്കുകയാണെങ്കിൽ, എൻ്റെ പിതാവ് എഴുന്നേൽക്കുന്നത് വരെ നീ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? 80,000 വാങ്ങാം എന്ന് പറഞ്ഞു. അല്ലേ? മനസ്സിലായ? കമാൻതാച്ച നീ ഇപ്പോൾ ഉള്ളതുപോലെ എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ 80,000 വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കാലൽ ആഖിർ, അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, അയാൾ പറഞ്ഞു, ഐക്ലാബാക്ക വഹുലക്കബി സിത്തീൻ അൽഫ, നിൻ്റെ പിതാവിനെ നീ എഴുന്നേൽപ്പിക്കുക, നിനക്ക് ഞാൻ അത് 60,000 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫജാല താജുറു യഹത്തു ലഹു ഹത്താ ബലഗ സലാസീന അൽഫൻ, മറ്റേ ആൾ കച്ചവടക്കാരൻ തന്നെ കേട്ടോ.
അങ്ങനെ ആ കച്ചവടക്കാരൻ എന്ത് ചെയ്തു, വില താഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. 30,000 വരെ താഴ്ത്തി പറഞ്ഞു, അല്ലേ? 30,000 വരെ അദ്ദേഹം താഴ്ത്തി പറഞ്ഞു. അങ്ങനെ വദാദൽ ആഖറു അലാ യന്തദിർ അബാഹു ഹത്ത യസ്തൈഖദ ഹത്ത ബല മിഅത്തൽഫിൻ. മറ്റേ ആൾ, ആ യുവാവ് എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ചു. അലാ യന്തദിർ അബാഹു, പിതാവിനെ പ്രതീക്ഷിക്കുന്നതിൻ്റെ മേൽ വർദ്ധിപ്പിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പിതാവ് എണീക്കുന്നവരെ പ്രതീക്ഷിച്ചിരുന്നാൽ ഹത്ത ബല മിഅത്ത അൽഫ, 1,00,000 വരെ കൊടുക്കാമെന്ന് വർദ്ധിപ്പിച്ചു. അങ്ങനെ ഫലം അക്സർ അലഹി കാല, അദ്ദേഹം വർദ്ധിപ്പിച്ചപ്പോൾ കാല, യുവാവ് പറഞ്ഞു, വല്ലാഹി ലാ അശ്തരീഹി മിൻക ബിശൈഇൻ അബദ, ഞാൻ നിന്നിൽ നിന്ന് വാങ്ങൂല. വവാൻ യൂഖിദ അബാഹു, പിതാവിനെ ഉണർത്താനും അദ്ദേഹം വിലങ്ങി. അപ്പോൾ ഫഅവ്വലഹുല്ലാഹു മിൻ ദാലിക്കൽ ലൂലുഇ, അപ്പോൾ അള്ളാഹു താല ഈ മുത്തിന് പകരം അദ്ദേഹത്തിന് പകരം കൊടുത്തതാണ് അൻജാലഹു തിൽക്കൽ ബക്കറ, ഈ പശുവിനെ പകരം കൊടുത്തു എന്നാണ്. അപ്പോൾ ഫമറത്ത് ബി ബനു ഇസ്രായേൽ ഇദ്ദേഹത്തിൻ്റെ അരികിലൂടെ നടന്നുപോയി. യത്ലുബൂനൽ ബക്കറത്ത, പശുവിനെ തേടി നടന്നു പോവുകയാണല്ലോ. വാബുസറുൽ ബക്കറ ഇന്ദഹു, അപ്പോൾ ആ പശുവിനെ ഈ യുവാവിൻ്റെ അടുത്ത് കണ്ട്. ഫസാലുഹു അൻ യബിയാഹും ഇയാഹ ബക്കറത്ത ബി ബക്കർ, അപ്പോൾ അവർ ആ പശുവിനെ അദ്ദേഹത്തിന് ഒരു പശുവിന് പകരം വിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫാബ, അദ്ദേഹം അത് വിലങ്ങി. വാത്തഹു സിൻതൈനി, 2 പശുവിന് അവർ അദ്ദേഹത്തിന് കൊടുക്കാം. ഫാബ, അപ്പോഴും വിലങ്ങി. അപ്പോൾ സാധു ഹത്ത ബലോ അശ്ര, അങ്ങനെ 10 പശു വരെ പകരം നൽകാമെന്ന് അവർ വർദ്ധിപ്പിച്ചു. അപ്പോഴും ഫാബ, യുവാവ് അത് വിസമ്മതിച്ചു. ഫഖാലു, അപ്പോൾ അവർ പറയാണ്, വല്ലാഹി ലാ നത്റുകുക, ഞങ്ങൾ നിന്നെ ഒഴിവാക്കൂല. ഹത്താ നഖുദഹ മിൻക, നിന്നിൽ ഇതിനെ ഞങ്ങൾ വാങ്ങുന്നത് വരെ ഞങ്ങൾ നിന്നെ ഒഴിവാക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഫന്തലഖൂ ബി ഇലാ മൂസ, അവർ മൂസാ നബിയുടെ അടുത്തേക്ക് ചെന്നു. ഫഖാൽ, അവർ പറഞ്ഞു, യാ നബി അല്ലാ ഇന്നാ വജദ്നാഹ ഇന്ദ ഹാദ, അയാളുടെ അടുത്ത്, ഇന്നാലിൻ്റെ വ്യക്തിയുടെ അടുത്ത് ഞങ്ങൾ ആ പശുവിനെ എത്തിച്ച്. ഫാബ, അദ്ദേഹം അത് വിൽക്കാൻ വിസമ്മതിക്കുകയാണ്. അയ്യൂത്തിയാനാഹ, അദ്ദേഹം ഞങ്ങൾക്ക് നൽകലിനെ വിലങ്ങുന്നു. വഖദാത്തൈനാഹു സമനൻ, ഞങ്ങൾ അദ്ദേഹത്തിന് വില നൽകി, എന്നിട്ടും നൽകുന്നില്ല. ഫഖാല ലഹു മൂസ, മൂസാ നബി അവരോട് പറഞ്ഞു, അത്തിഹിം ബക്കറത്തക്ക, അദ്ദേഹത്തോട് പറയണമെന്ന്, എന്താ, നീ അവർക്ക് നൽകുക നിൻ്റെ പശുവിനെ. ഫഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അന്ന അഹഖു ബിമാലി, എൻ്റെ മുതലുമായിട്ട് ഏറ്റവും അവകാശം എനിക്കാണല്ലോ. അപ്പോൾ ഫഖാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു, സദഖത, നീ പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് വഖാലലിൽ ഖൗമി, അദ്ദേഹം ജനതയോട് പറഞ്ഞു, അർലു സാഹിബക്കും, നിങ്ങളുടെ ആ ആളെ നിങ്ങൾ എന്ത് ചെയ്യുക, തൃപ്തിപ്പെടുത്തുക. അണ്ട് ഫഅതൗഹു വസ്നഹ ദഹബ, അപ്പോൾ അവർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് അതിൻ്റെ തൂക്കം അനുസരിച്ച് സ്വർണം കൊടുത്തു എന്നാണ്. ഫാബ, അപ്പോഴും അദ്ദേഹം വിസമ്മതിച്ചു. അപ്പോൾ ഫാലഹു മിസ്ലമ അത്തൗഹു വസ്നഹ, അപ്പോൾ ഇരട്ടി കൊടുത്തു. ഹത്ത അത്തൗഹു വസ്നഹ അശ്ര മറാത്തിൻ സഹബ, ഏതുവരെ 10 വട്ടം എന്ത് ചെയ്തു, 10 ഇരട്ടി കൊടുത്തു. അപ്പോൾ ബാഹുമിയ, അങ്ങനെ അതിനെ അവർക്ക് അപ്പോൾ ആ യുവാവ് വിറ്റു. അഹദ സമനഹ, അതിൻ്റെ വില അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ ദബഹുഹ, എന്നിട്ട് അതിനെ അവർ അറുത്തു എന്നാണ്. കാല, മൂസാ നബി അവരോട് പറഞ്ഞു, ഇദ്രിബൂഹു ബാലിഹ, അതിൻ്റെ ബാലു കൊണ്ട് നിങ്ങൾ അതിനെ അടിക്കാൻ പറഞ്ഞു, ആ കൊല്ലപ്പെട്ട മനുഷ്യനെ. ഫളറബുഹു ബിൽ ബിദാത്തില്ലത്തി ബൈനൽ കത്തിഫൈനി, ട്ടോ, 2 കത്തിഫിൻ്റെ ഇടയിലുള്ള എല്ല് കൊണ്ടിട്ടാണ് എന്ത് ചെയ്തത്, അവരെ അതിനെ അടിച്ചു. അപ്പോൾ അദ്ദേഹം ജീവിച്ചു വന്നു. ഫസാലുഹു, അപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിച്ചു, മൻ ഖത്തലക, നിന്നെ കൊന്നത് ആരാണെന്ന്. ഫഖാലലഹും, അപ്പോൾ അവരോട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു അഖി, എൻ്റെ സഹോദരപുത്രൻ തന്നെയാണ് കൊന്നത്. ഖാല, അദ്ദേഹം പറയാണ്, ഉഖ്തുൽഹു ഫആഖുദ മാലഹു, അവൻ എൻ്റെ സഹോദരപുത്രനാണ് എന്നെ കൊന്നത്. അവൻ പറഞ്ഞിരുന്നു, ഞാൻ നിന്നെ കൊല്ലുമെന്നും ഞാൻ അവൻ്റെ സമ്പത്ത് പിടിക്കുമെന്നും നിൻ്റെ മകളെ വിവാഹം ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. ഫഅഖദുൽ ഗുലാമ ഫഖത്തുലു, അപ്പോൾ അവരെന്ത് ചെയ്തു, ആ മനുഷ്യനെ പിടികൂടുകയും അയാളെ കൊല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇവ ഇങ്ങനെയൊരു റിപ്പോർട്ടായിട്ട്. ഇനി വേറെ എത്ര ഉണ്ട് ഇത്? ഇനി
ബക്കാല സുനൈദ് പറഞ്ഞു ഹദസന ഹജ്ജാജുൻ വബുൻ മുഹമ്മദിൻ അൻ ഇബ്നു ജുറൈജിൻ അൻ മുജാഹിദിൻ വ ഹജ്ജാജിൻ അൻ നബി മഅ്ശറിൻ അൻ മുഹമ്മദ് ബിൻ കാബിൽ ഖുറലിയെ വ മുഹമ്മദ് ബിൻ കൈസിൻ ദഖല ഹദീസ് ബാലിഹിം ഫി ഹദീസി ബാലിൻ. ചിലരുടെ ഹദീസിൻ്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടെന്ന്. കാലൂർ പറയും ഇന്ന സിബുത്തമിൻ ബനി ഇസ്രായേൽ, അല്ലേ, ബനു ഇസ്രായേൽപ്പെട്ടൊരു ഗോത്രം. ഇപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ ലമാറാവു കസറത്ത ഷുറൂറിൻ നാസി, ജനങ്ങളുടെ എന്താണ് ഷുറൂറ് അധികരിച്ചത് കണ്ടപ്പോൾ, ജനങ്ങളുടെ മോശത്തരം അധികരിച്ചത് കണ്ടപ്പോൾ എന്ത് ചെയ്തു അവർ? ഇപ്പോൾ ബനവ് മദീനത്തൻ, അവരൊരു പട്ടണത്തെ പണിതിട്ട് വാത്തസലു ഷുറൂറൻ നാസി, ജനങ്ങളുടെ ഷുറൂറിനെ അവർ എന്ത് ചെയ്തു? ഷുറൂറിൽ നിന്ന് അവർ മാറി നിന്നു, ഷെറുകളിൽ നിന്ന് മാറി നിന്നു. ഇപ്പോൾ ഇത് അംസൗ, അങ്ങനെ അവർ വൈകുന്നേരമാണെങ്കിൽ ലം യത്രുക്കു അഹദൻ മിൻഹും ഖാരിജൻ ഇല്ലാ അദ്ഖലു, അവരൊഴിവാക്കൂല, അവരിൽപ്പെട്ട ഒരാളെയും പുറത്തൊഴിവാക്കൂല, അവരാ പട്ടണത്തിൻ്റെ അകത്ത് കടത്തിയിട്ടല്ലാതെ. അങ്ങനെ ഫൈദഫ്തഹു കാമ റയീസും, അപ്പോൾ അവർ ആ വാതിൽ തുറക്കുകയാണെങ്കിൽ അവരുടെ നേതാവ് നിന്നിട്ട് എന്ത് ചെയ്യും? അവരെ ചുറ്റുഭാഗം നിരീക്ഷിക്കും. വൈദാലം യറ ഷൈഅൻ, ആ ഒന്നും കണ്ടില്ലെങ്കിൽ ഫത്താൽ മദീനത്ത്, ആ വാതിൽ തുറക്കും. അപ്പോൾ കാനുമാനാസി ഹത്തായുൻസു, അപ്പോൾ അവരാകും ജനങ്ങളുടെ കൂടെ ആകും വൈകുന്നേരം വരെ. അങ്ങനെയായിരുന്നു ഒരു ഗോത്രക്കാർ, അല്ലേ, അങ്ങനെ പറഞ്ഞല്ലേ, ബനു ഇസ്രായേൽപ്പെട്ടൊരു ഗോത്രത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇനി ഖാലദ്ദേഹം പറയും വക്കാന റജുലുമിൻ ബനി ഇസ്രായേൽ ലഹു മാലും കസീറുൻ, ബനു ഇസ്രായേൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട്. വലം യക്കുൻ ലഹു വാരിസുൻ ഗൈറു അഖീഹി, അദ്ദേഹത്തിന് സഹോദരപുത്രനല്ലാതെ അദ്ദേഹത്തിന് അനന്തരാവകാശിയില്ല. ഫത്വാല അലൈഹി ഹയാത്തു ഫഖതലഹു ലിയരിസു, അയാൾ ഒരുപാട് കാലം ജീവിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ മനുഷ്യൻ സഹോദരപുത്രൻ അദ്ദേഹത്തെ അനന്തരമെടുക്കാൻ വേണ്ടി കൊന്നു. സുമ്മ ഹമലഹു, പിന്നെ അദ്ദേഹത്തെ ചുമന്നു കൊണ്ടുപോയി ഫഅലഹു അല ബാബിൽ മദീന, ആ പട്ടണത്തിൻ്റെ കവാടത്തിൽ കൊണ്ടുപോയി വെച്ചു എന്നാണ്. സുമ്മ കമന ഫി മക്കാനിൻ, അദ്ദേഹം ഒളിച്ചിരുന്നു. ഫി മക്ക, ഒരു സ്ഥലത്ത്. ഹുവ വാസാബു, അദ്ദേഹത്തിൻ്റെ അനുയായികളും ഒളിച്ചിരുന്നു. കാല, അദ്ദേഹം പറഞ്ഞു ഫാഷ്റഫ റയീസുൽ മദീന അല ബാബിൽ മദീനത്തി ഫനദറ, അപ്പോൾ ആ പട്ടണത്തിൻ്റെ നേതാവ് എന്ത് ചെയ്തു? പട്ടണത്തിൻ്റെ കവാടത്തിൻ്റെ മേൽ വെളിവായിട്ട് നോക്കി നിരീക്ഷിച്ച് നിൽക്കുകയാണ്. ഫലം യറ ഷൈഅൻ, അപ്പോൾ അദ്ദേഹം ഒരു മോശത്തരം കണ്ടില്ലല്ലോ, ഒരു പ്രശ്നമൊന്നും കാണില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഫവത്തൽ ബാബ, ആ കവാടം തുറന്നു. അങ്ങനെ ഫലമാർ ആൽ ഖത്തീല, ആ കൊല്ലപ്പെട്ട ആളെ കണ്ടപ്പോൾ, കൊല്ലപ്പെട്ട ആളെ ഒരു ശവം കണ്ടപ്പോൾ റദ്ദൽ ബാബ, അദ്ദേഹം എന്ത് ചെയ്തു? ആ വാതിലിനെ തിരിച്ചടച്ചു. ഫനാദാഹു അഖുൽ മഖ്തൂൽ, അപ്പോഴാണ് ആ ഒളിച്ചിരുന്ന കൊല്ലപ്പെട്ട അവൻ്റെ സഹോദരൻ വിളിച്ചു പറഞ്ഞു, അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, ഹൈഹാത്ത, നടക്കില്ല, ഖതൽതുമൂഹു, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നല്ലോ, സുമ്മ തുറദ്ദൂനൽ ബാബ, പിന്നെ നിങ്ങൾ കവാടം അടക്കുകയാണോ എന്ന് പറഞ്ഞു. വക്കാന മൂസ ലമ്മ റഅൽ ഖത്ല കസീറൻ ഫി അസ്ഹാബിഹി ബനി ഇസ്രായില, മൂസാ നബി ആയിരുന്നു ലമ്മ റഅൽ ഖത്ല കസീറൻ ഫി അസ്ഹാബിഹി ബനി ഇസ്രായില, ബനി ഇസ്രായേലായ അദ്ദേഹത്തിൻ്റെ സഹാബികളിൽ എന്താണ് ഖത്ൽ കണ്ടപ്പോൾ, ഒരുപാട് കൊല കണ്ടപ്പോൾ എന്ത് ചെയ്തു? കാന ഇദാ റഅൽ ഖതീല ബൈന ലഹ്റാനിൽ ഖൗമി അഖദഹും, കൊല്ലപ്പെട്ട ആളെ കണ്ടാൽ, അവർക്കിടയിൽ കണ്ടാൽ അദ്ദേഹം അവരെ എന്താകുമായിരുന്നു? ആളുകൾക്കിടയിൽ കണ്ടാൽ അവരെ എടുക്കുമായിരുന്നു. ഇപ്പോൾ കാതയക്കൂന് ബൈന അഖിൽ മഖ്തൂലി വ ബൈന അഹ്ലിൽ മദീനത്തി കിതാൽ, അപ്പോൾ എന്തായി? ഈ കൊല്ലപ്പെട്ട സഹോദരൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഈ മദീനക്കാരുടെ ഇടയിലും യുദ്ധം ഉണ്ടാകാൻ പോരാട്ടം ഉണ്ടാകാൻ അടുത്തു. അങ്ങനെ ഹത്താ ലബിസൽ ഫരീഖാനി അസിലഹ, രണ്ട് വിഭാഗവും ആയുധം ധരിക്കാൻ വരെ അടുത്തു, ആയുധം ധരിക്കുന്നത് വരെയെന്ന്, ആയുധം അണിയുന്നത് വരെ അടുത്തു. സുമ്മ കഫ ബാലുഹുമൻ ബാലിൻ, അപ്പോൾ എന്ത് ചെയ്തു? ചിലരെ തൊട്ട് എന്ത് ചെയ്തു? പിന്മാറി. പാത്തവ് മൂസ, അവർ മൂസാ നബിയുടെ അടുത്ത് ചെന്നു. ഫദക്കറു ലഹു ശഅനഹും, അവരുടെ കാര്യം പറഞ്ഞു. ഖാലു, അവർ പറയണം, യാ റസൂലല്ലാ ഇന്ന ഹൗലായി ഖതലു ഖതീലൻ, അല്ലേ, എന്നിട്ട് അവർ പറയണം, ഈ കൂട്ടർ ഒരാളെ കൊന്നിട്ട് സുമ റദ്ദുൽ ബാബ, പിന്നെ അവർ വാതിൽ അടിച്ച്
വാതിൽ തിരിച്ചടച്ചു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞു. വക്കാല അഹുൽ മദീന, മദീനക്കാർ ആ പട്ടണക്കാർ പറഞ്ഞു, യാ റസൂലല്ലാ ഖദ് അറഫ്ത ഇഹ്തിസാലന ശുറൂറ, അങ്ങക്കറിയാമല്ലോ ഞങ്ങൾ മോശത്തരങ്ങളെ തൊട്ട് മാറി നിൽക്കുകയാണ്. വൈനന മദീന, ഞങ്ങളൊരു പട്ടണം പണിത്, കമാറായി തങ്ങ് കാണുന്നത് പോലെ പണിത്, നേതസിലെ ഷുറൂറനാസ്, ജനങ്ങളുടെ ഷെറുകളെ അക്രമങ്ങളെ ഞങ്ങൾ അകന്നു നിൽക്കുകയാണെന്ന് പറഞ്ഞു. വല്ലാഹി മാ ഖത്തൽന വല അലിംന ഖാത്തില, ഞങ്ങൾ കൊന്നിട്ടില്ല, ഞങ്ങൾക്ക് കൊലയാളി അറിയയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫൗഹല്ലാഹു തആല ഇലൈഹി അൻ യദ്ബഹു ബഖറ, അപ്പോൾ മൂസാ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചതാണ് ഒരു പശുവിനെ അറുക്കാൻ. ഫഖാല ലഹു മൂസ, അപ്പോൾ മൂസാ നബി അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, നിങ്ങളോടൊരു പശുവിനെ അറുക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പലതും ആയില്ലേ. വഹാദി സിയാഖാത്ത് കുല്ലുഹാൻ ഉബൈദ വാബിൽ ആലിയ വ സുദ്ദി വൈരിഹിം, അപ്പോൾ ഈ പറഞ്ഞ സന്ദർഭങ്ങൾ മുഴുവനും അല്ലേ, ഈ വിവരണങ്ങൾ മുഴുവനും അത് അബൂബൈദയെ തൊട്ടും അബുലാലിയെ തൊട്ടും സുദ്ദിയെ തൊട്ടും വൈറിനെ തൊട്ടൊക്കെ ഉള്ള ഈ വിവരണങ്ങൾ മുഴുവനും ഫിഹാ ഇഖ്തിലാഫുമ്മ, അവകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വല്ലാഹിറു, പ്രകടമാകുന്നത് വ്യക്തമാകുന്നത് അന്നഹ മഹൂദത്തുമിൻ കുത്തുബി ബനി ഇസ്രായേൽ, കണ്ട അത് ബനു ഇസ്രായേലി കിതാബുകളിൽ നിന്ന് പിടിക്കപ്പെട്ടതാണെന്നാണ്. വഹ്യമിമ്മ യജൂദു നഖ്ലുഹ, നമുക്കും അത് ഉദ്ധരിക്കലൊക്കെ എന്താണ് അനുവദനീയമാണ്, പക്ഷേ അതിനെ ഉദ്ധരിക്കൽ നമുക്ക് അനുവദനീയമാണ്. പക്ഷേ വലാക്കിൻ ലാ നുസദ്ദിഖു വലാ നുക്കദ്ദിബ്, നമ്മളതിനെ കള്ളമാക്കുന്നില്ല, അതിനെ സത്യമാക്കുന്നുമില്ല. ഫലിഹാദ ലാ നഅ്തമിദു അലൈഹ, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മേൽ അവലംബിക്കുന്നില്ല. ഇല്ലാമാ വാഫക്കൽ ഹക്ക ഇന്ധന, നമ്മുടെ അടുക്കലുള്ള സത്യത്തോട് യോജിച്ചതിനോടല്ലാതെ നമ്മൾ അതിൻ്റെ മേൽ അവലംബിക്കുന്നില്ല. വല്ലാഹു അഹ്ലം, അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ബനു ഇസ്രായേലികളിൽ നിന്ന് നിങ്ങൾ വല്ലതും കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിനെ സത്യമാക്കുകയും വേണ്ട, കളവാക്കുകയും വേണ്ട. നമ്മുടെ സത്യത്തോട് യോജിച്ചതാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് പിടിക്കാമെന്നല്ലേ. അള്ളാഹു, അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.